ആ ദുരന്തത്തിന്റെ കാലം 1 വർഷമാണ്. ആ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ താളപ്പിഴ തുടങ്ങും. അതിനു മുമ്പ് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവപൂർണമായ അവതരണവും പഠനവും കുട്ടികൾക്ക് ആണിനും പെണ്ണിനും ഒരുപോലെ ആവശ്യമുണ്ട് എന്ന ഗൗരവം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വിവാഹത്തിന്റെ പഴയകാല രീതിയിലേക്ക് കടന്നുപോയത്. പെണ്ണ് കാണൽ കണ്ടു, നിശ്ചയം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, പ്രാർത്ഥനാ ഭക്ഷണം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ രസകരമായ ഒരു സംഭവം. ഒരു ദിവസം മഹാനവറുകൾ, വലിയ ആളാണ്, അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സ്വഹാബിയാണ്. ഒരു ദിവസം മഹാനവറുകൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. ഒരു കുപ്പായത്തിൽ ഡ്രസ്സിൽ നല്ല അത്തറിന്റെ ചിഹ്നമായിട്ട്, അത്തർ വരട്ടുമ്പോൾ കൂടിപ്പോയത് കൊണ്ട് അടയാളം ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇതിൽ വന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് താങ്കളുടെ കുപ്പായത്തിൽ കുറച്ച് അത്രക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ഞാൻ റസൂലെ ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഹബീബായ റസൂലുള്ളാഹി അറിയാതെ കല്യാണം നടന്നു എന്നൊരു ചിന്ത, അത് കല്യാണത്തിന്റെ ലാളിത്യത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ആ ഭാഗം പറയുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോൾ ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഔലിം വലോ ബിശാത്ത്, ഒരു ആടറുത്തിട്ടെങ്കിലും നിങ്ങൾ വിവാഹ സദ്യ കൊടുക്കണം. വിവാഹ സദ്യയെ എതിർക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കാത്ത ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വലിയ പൊങ്ങച്ചത്തിന്റെ ദൂർത്തായി മാറുന്ന ഒരു രീതിയെ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ വിവാഹം എന്ന് പറയുന്ന ക്രമത്തിൽ അതിന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്ന് പറയുന്നതിന് വലിയ പങ്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി പറയണം. എന്താണത് കാരണം? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കയറി വന്നാലും, ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോടീശ്വരനായ യൂസുഫ് അലി സാഹിബ് കയറി വന്നാലും, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സദഖ എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം. യൂസുഫ് അലി സാഹിബിന് കോടീശ്വരനാവും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹം 6 മണിവരെ, വൈകുന്നേരം 6 മണിവരെ ജീവിച്ചിരിക്കാനുള്ള ഊർജം പെട്രോൾ നൽകിയത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ 4 മണിക്കൂർ ജീവിതത്തിന് ഗ്യാരണ്ടി കൊടുത്തത് നിങ്ങളുടെ ഉച്ചഭക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ 75, 80, 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന ജീവിതത്തിൽ 4 മണിക്കൂർ സ്പോൺസർ ചെയ്തത് നിങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താലാണ് ഞാനീ പറയുന്നത്. ഇന്ന് ഹൈദർ മുസ്ലിയാരുടെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 6-7 മണിവരെ എനിക്ക് ജീവിച്ചിരിക്കാൻ ആവശ്യമായ ഊർജം, പെട്രോൾ എന്ന് പറയുന്നത് ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ കോൺട്രിബ്യൂഷനാണ്. ഞാനത് ചരിത്രം എഴുതി വെക്കുമ്പോൾ എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ എത്ര വേണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അത്രയും ഭക്ഷണവുമായി ഡിവൈഡ് ചെയ്താൽ ആരുടെയൊക്കെ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അവരോട് നമ്മുടെ ജീവിതത്തിന് മഹത്തായ കടപ്പാടുണ്ട്. അത്ര വലിയ ധർമ്മം ഭൂമിയിലില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്ത് വന്നാലും ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണത്തിനോടാണ് നേർച്ചകൾ ബന്ധപ്പെടുന്നത്. ഭക്ഷണത്തോട് നേർച്ചകൾ ബന്ധപ്പെടുത്തുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ സദഖ എന്ന് പറയുന്നത് ഭക്ഷണമാണ്. കാരണം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ ആവശ്യമായ പെട്രോളാണ്. അങ്ങനെ വരുന്ന ഈ ഭക്ഷണം വിവാഹത്തിന് കൊടുത്താൽ എന്താ പ്രത്യേകത? എന്താണ്? നമുക്കറിയോ? ഒരു നേരത്തെ പറഞ്ഞു, അള്ളാഹു ഈ വികാരം കൊണ്ടും വിവാഹം കൊണ്ടും ഒക്കെ കണക്കാക്കുന്നത് എന്താണ്? ഒരു പിറവിയാണ്. എങ്കിൽ നമ്മൾ എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നത് ആർക്കറിയാം? നമുക്ക് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നമുക്ക് ജനിക്കുന്ന കുട്ടി മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കുന്ന ഒരു ഹിറ്റ്ലർ ആകില്ലെന്ന് ആര് കണ്ടു? എന്നും കവലകളിൽ ഗുണ്ടകളായി ജീവിക്കുന്ന മക്കളാവില്ലെന്ന് ആര് കണ്ടു? ഭൂമിയിൽ ഏറ്റവും വൃത്തികെട്ടൊരു ജീവിതം നയിക്കുന്ന ഒരു മകളാവില്ലെന്ന് ആര് കണ്ടു? ആർക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ആർക്കാണ് ജനിക്കുന്നത് എന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് പോലെ തന്നെയാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ഉറപ്പുമില്ല. ചെവിടുണ്ടാകുമോ? കൈയുണ്ടാകുമോ? ഞരമ്പ് വളരുമോ? തലച്ചോറിന് ക്ഷതം വരുമോ? ആർക്കും ഒന്നും അറിയാൻ കഴിയില്ല. ഒരു സൽക്കർമ്മത്തിന്റെ ചടങ്ങിൽ ആദ്യമായി 100 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരുടെ മുഴുവൻ പ്രാർത്ഥന ഇസ്ലാം ഏറ്റുവാങ്ങുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? അതുപോലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. കാശ് കൊടുത്തുകൊണ്ട് ചടങ്ങുണ്ടാക്കി ഭൂമിയിലെ മനുഷ്യരുടെ മുഴുവൻ പ്രാർത്ഥനകളും കാശ് കൊടുത്ത് റിസർവ് ചെയ്യാണ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. അവിടെ കൂടിയ മുഴുവൻ ആളുകളും ആമീൻ പറയും. ഇനി ആമീൻ പറഞ്ഞില്ലെങ്കിലും എന്റെ ഒരു ജീവിയെ നീ ജീവിപ്പിച്ചു എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം കൊണ്ട്, ആ പ്രതിഫലം കൊണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ രൂപം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സ്വഭാവം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവിതവുമായി ഇടപെടുന്ന നേർച്ച അതാദ്യമായി നടത്തുകയാണ്. ഇതാണ്
അപ്പോ ഇതാണ് ഭക്ഷണത്തിന്റെ രഹസ്യം. ജന്മരഹസ്യം നമുക്കറിയില്ല. ജന്മരഹസ്യം അറിയില്ലെങ്കിൽ പിന്നെ എന്തേ മാർഗമുള്ളൂ? അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥന, നിക്കാഹ്, ഈ പറഞ്ഞ പെണ്ണ് കാണൽ, ഇതിന്റെയൊക്കെ ഇസ്ലാമിക മാനമാണ്. അങ്ങനെ നമ്മൾ വന്നാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ബന്ധമുണ്ടാകുന്നു, കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു നല്ല സമൂഹം അംഗീകരിക്കുന്ന ഒരു ചടങ്ങോടുകൂടെ ഒരാണും പെണ്ണും ഒന്നാകുന്നു. ആദ്യ രാത്രിയുടെ ഒരു വലിയൊരു ബാബുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ആദ്യ രാത്രി കഴിഞ്ഞവരോട് അതിനെപ്പറ്റി പറയേണ്ട, കഴിയാൻ പോകുന്നവരെ അവർ ഒറ്റക്ക് വിളിച്ച് പറയാന്നല്ലേ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആ നിലക്കുള്ള പെൺകുട്ടികളോട് പറയാം. എന്തായാലും നല്ല തുടക്കം, നല്ല ബന്ധം. എന്താണ് ഒരു സ്ത്രീ, ഒരു കുടുംബം എന്ന് പറയുന്നത്? ഒരു സ്ത്രീ, ഒരു പുരുഷൻ. സാധാരണ ഇംഗ്ലീഷിൽ പറയാം ബെറ്റർ ഹാഫ് എന്നാ, സ്ത്രീക്ക് പറയാം ബെറ്റർ ഹാഫ് എന്ന നല്ല പ്രയോഗമാണ്. ഒരു സാധനത്തിനെ പകുതിയും പകുതിയാക്കി വെച്ചിട്ട് ഇതാണ് നല്ല മുറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഒരു കേക്ക് 2 കഷ്ണാക്കി എന്നിട്ട് പറയാ ഈ കഷ്ണം ഇതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ആരാ എടുക്കുക? പിന്നെ ആ നല്ലതാണ് നമ്മൾ എടുക്കുക. അതുപോലെ ഇംഗ്ലീഷുകാരൻ കണ്ടെത്തിയ സാധനം ബെറ്റർ ഹാഫ് എന്നാണ്. ഇസ്ലാം ഒന്നുകൂടെ കടന്ന അറബ് ഭാഷ ഉപയോഗിച്ച് ഏതാന്ന് തിരിച്ചറിയില്ല. സൗജ്, സൗജത്ത്, ഒരു താ കൂടുതൽ കൊടുത്തു. സൗജ് എന്ന് പറഞ്ഞ ഭർത്താവ്, സൗജത്ത് എന്ന് പറഞ്ഞ ഭാര്യ. ആ താ യഥാർത്ഥത്തിൽ മൊഴിയാറില്ല. അങ്ങനല്ലോ സാർ? ആ താ എന്തിന്റെ തായാണ്? ആ താ, ആ സൗജ്, സൗജത്ത് എന്ന് പറയുന്നിടത്തുള്ള ആ ഒരു താ, അതിന് ഉച്ചാരണമില്ല എന്ന് പറഞ്ഞാൽ വകതിരിവില്ല. രണ്ടും ഈക്വൽ പവർ എന്ന അർത്ഥത്തിലാണ് അതിന് പ്രയോഗം. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ബെറ്റർ ഹാഫ് എന്നാണ് ഭാര്യയ്ക്ക് പറയുന്നത്. ഭാര്യയ്ക്ക് ബെറ്റർ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ ഒരു പ്രയോഗം തന്നെ വരാൻ കാരണം? സ്ത്രീ പുരുഷ സംഗമത്തിൽ, കുടുംബത്തിൽ പുരുഷനെപ്പോഴും ഫീഡ് ചെയ്യുന്ന പണിയാണ്. ഭക്ഷണം കൊടുക്കുക, അവർക്ക് ജോലി ഉണ്ടാവുക. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ റോള് കുടുംബ ജീവിതത്തിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്ത്രീക്ക് ബെറ്റർ ഹാഫ് എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞത്. കാരണം ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും സ്ത്രീക്കാണ് കൂടുതൽ. കാരണം എന്താ? ഈ വിവാഹത്തിന്റെ ലക്ഷ്യം ഒരു കുഞ്ഞുണ്ടാവലാണ് എന്ന് നേരത്തെ ഇസ്ലാമിക കാഴ്ചപ്പാട് പറഞ്ഞു വെച്ചാൽ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട മുഴുവൻ പാഠങ്ങളും ഒരു 75% പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും സ്ത്രീകളാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സ്ത്രീ പുരുഷനെ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ 2 പകുതിയാക്കുമ്പോൾ ഇംഗ്ലീഷുകാരൻ അതിന്റെ ഉത്തരവാദിത്തം കണ്ടറിഞ്ഞുകൊണ്ട് സ്ത്രീനെ ബെറ്റർ ഹാഫാക്കി, ഏറ്റവും നല്ല ഹാഫ്. അപ്പൊ ആ ഹാഫ് എന്താണ്? നന്നായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒന്നിനാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ കലമ്പലുണ്ടാകുന്നത് കുടുംബമല്ല. നല്ല ഇമ്പമുണ്ടാകുന്ന രീതിയിലുള്ള കൂടുന്ന 2 ശക്തി, അത് കൂടുമ്പോൾ എന്താണ്? നല്ലൊരു ഇമ്പമുണ്ടാകുന്ന അവസ്ഥയിൽ കൂടുക. എന്താണ് ഇസ്ലാമികമായ ഒരു പൊതു കാഴ്ചപ്പാട്? നമുക്ക് വേറെ പറയാം. എന്താണ് ഇസ്ലാമികമായതിന്റെ ഒരു കാഴ്ചപ്പാട്? എന്താണ് ഒരു സ്ത്രീ പുരുഷന്മാരെ പറ്റി ഖുർആൻ പറയുന്ന പ്രയോഗം? ഖുർആൻ പറയുന്ന പ്രയോഗം വളരെ രസകരമായ ഒരു പ്രയോഗം. ഖുർആൻ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. സാധാരണ വാദിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ ആ വാദിനെ ഒരു 4-5 ലെവലിലൊന്ന് ഡിഫൈൻ ചെയ്തു തരാം. എന്താണ് ഹുന്ന ലിബാസു ലക്കും? സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനോട് പറയുന്നു അത് നിങ്ങളുടെ വസ്ത്രമാണ്. സ്ത്രീയോട് പറയുന്നു വ അൻതും ലിബാസുൽ ലഹുന്ന, അത് നിങ്ങൾ പുരുഷന്മാരുടെയും വസ്ത്രമാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും പറയാം. കണ്ടില്ലേ എന്ത് പ്രയോഗ? ഒരു തുണിയും കുപ്പായത്തിന്റെ രീതിയിലാണ്. അത് വേണമെങ്കിൽ എപ്പോഴും അയച്ചിടാലോ, എപ്പോഴും മാറാലോ. വസ്ത്രം മാറുന്നത് പോലെ ആണും പെണ്ണും മാറി മാറി വരാം എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ പറയുന്നത് നമ്മുടെ കാലത്ത് അർത്ഥമാണെങ്കിൽ എന്താണ് വസ്ത്രം എന്നതിന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ മനസ്സിലാവും. എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്നു പോലീസുകാരന്റെ യൂണിഫോം. ഒരുത്തൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ പോലീസുകാരൻ, മിലിറ്ററി, കസ്റ്റംസ് ഓഫീസർ, ഇതൊക്കെ നമ്മുടെ പോലത്തെ മനുഷ്യന്മാരാണ്. എയർപോർട്ടിന്റെ പടി കടന്നു വരുമ്പോൾ, നമ്മൾ കസ്റ്റംസ് കഴിഞ്ഞ് കസ്റ്റംസിലേക്ക് വരുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ ഭവ്യതയോടെ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊണ്ടു കൊടുക്കും. എന്താണ് അവരുടെ അടയാളം? തൊട്ടടുത്ത് അതേ മനുഷ്യരുണ്ട്, അവിടുത്തെ സ്വീപ്പറാണ്. അവിടുത്തെ സ്വീപ്പർക്ക് ഗ്രീൻ കളറിലുള്ള ഷർട്ടാണ്. അവിടുത്തെ കസ്റ്റംസ് ഓഫീസർക്ക് വെള്ള ഷർട്ടാണ്, 4-5 വരകളുണ്ട്. അത് കസ്റ്റംസ് ഓഫീസറാണ്. നമ്മുടെ അങ്ങാടിയിൽ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്, ഒരുപാട് ആളുണ്ട്. പക്ഷേ അവിടെ ഒരു ബ്രൗൺ യൂണിഫോം ഇട്ട ഒരാൾ നിൽക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ പോലീസ് എന്ന് പറയും, നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇവിടെ 2-3 വരയുണ്ടാവും, അത് SI. ഒരു വരയും ഒരു സ്റ്റാറും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ബഹുമാനത്തോടെ മാറി നിൽക്കും. പിന്നെ അങ്ങനെ ഉള്ള ആളുകളോട് MLA ഒക്കെ സംസാരിക്കാൻ പറ്റും, മന്ത്രിക്ക് സംസാരിക്കാൻ പറ്റും. വലിയ ആളാണ് അദ്ദേഹം. ആരാണ്? DGP ആണ്. നിങ്ങൾ ആലോചിക്കണം, വസ്ത്രത്തിന്റെ മുകളിലുള്ള കളിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വസ്ത്രം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനം, അതുപോലെ മാന്യത എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ അള്ളാഹു രൂപപ്പെടുത്തിയിരിക്കുന്ന അതിന്റെ മുകളിലാണ്. അള്ളാഹു എന്ന് ഞാൻ പറയാൻ കാരണം
ബദറിൽ യുദ്ധമുള്ള സമയത്ത് മലക്കുകളെ ഇറക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു മുസവ്വമീൻ, പ്രത്യേകം അടയാളം വെക്കപ്പെട്ട ഡിഗ്രിയുള്ള ആളുകൾ. അപ്പൊ അള്ളാഹ് അംഗീകരിച്ചൊരു സിസ്റ്റമാണത്. അപ്പോ വസ്ത്രം എന്ന് പറയുന്നതിനെ നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാന്യത, നമ്മുടെ പവർ, നമ്മുടെ മഹത്വം, അതിനൊക്കെ രൂപപ്പെടുത്തുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ് എന്ത്? വസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് റെസ്പെക്ട്, അതുപോലെ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം അതിന്റെ ഭാഗമാണ്, ബഹുമാനം. അപ്പൊ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്നിറ്റിയുടെ ചിഹ്നമാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ. നല്ല ഫോറിൻ വണ്ടിയിൽ നല്ല ഉഷാറായ ഡ്രസ്സ് ധരിച്ച് ഒരു പുരുഷൻ വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവ് അവിടെയുണ്ട്. അവന്റെ അവന്റെ ആ ഡിഗ്നിറ്റി ശരിയാകുന്നത് അവന്റെ ഭാര്യ കൂടെ നിൽക്കുമ്പോഴാണ്. അറിഞ്ഞോ അറിയാതെയോ നമുക്കറിയില്ല, യൂറോപ്യന്മാർ ഏത് കരാർ ഒപ്പിടാൻ പോകുമ്പോഴും ഏത് സംഭവങ്ങൾക്ക് പോകുമ്പോഴും അവർ ഭാര്യമാരെ കൊണ്ടുപോകും. നമുക്ക് കൊണ്ടുപോയി വേദിയിൽ പോയി അവാർഡ് മേടിക്കണമെന്നില്ല, പക്ഷെ മേടിക്കാൻ പോകുമ്പോൾ ഹോട്ടൽ റൂം വരെയും അതുവരെയും നമ്മുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അന്തസ്, ഒരു പുരുഷന്റെ അന്തസ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ വണ്ടിയാണ്, കാറാണ്, അവന്റെ ഡ്രസ്സാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ആ ഡ്രസ്സിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ ആ ഒരു പുരുഷന്റെ മാന്യത. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഞാൻ എന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഇവിടെ വരണം. അതെന്റെ ഭാര്യയോട് ഞാൻ കാണിക്കുന്ന ബഹുമാനമാണ്. എന്റെ പ്രസംഗം കേൾക്കൽ മാത്രമല്ല, എന്റെ 50 വയസ്സായ എന്റെ ജീവിതത്തെ എന്റെ ഭാര്യ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്കതറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സന്തോഷം അതെന്റെ ഭാര്യ ഏറ്റുവാങ്ങണമെന്ന തിരിച്ചറിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു ഭാര്യയും ഭർത്താവിന്റെ ഡ്രസ്സ് നൽകുന്ന ഗുണം നൽകുന്നുവെങ്കിൽ അതിന്റെ പ്രത്യേകത ഡിഗ്നിറ്റിയാണ്. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്സാണ്, ആഭിജാത്യമാണ്. ആഭിജാത്യം ഒരു പുരുഷൻ ഉണ്ടാകണമെങ്കിൽ അത് സ്വാഭാവികമായും വിവരമുള്ള ഒരു മനുഷ്യന്റെ അടുത്താണ് ചെല്ലുന്നതെങ്കിൽ ഉടനെ ചോദിക്കും, കുട്ടികൾ വന്നില്ലേ, ഫാമിലി ഇല്ലേ എന്ന് ചോദിക്കും. അത് വിവരമുള്ളവന്റെ ചോദ്യമാണ്. ഒറ്റക്ക് വന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണതയില്ല. ഞങ്ങളൊക്കെ ഗൾഫിൽ ഞങ്ങളുടെ കൂട്ടുകാരടുത്ത് ചെല്ലുമ്പോൾ ഭാര്യയില്ലേ എന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ അവർക്ക് പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഒരു പുരുഷൻ ഉണ്ടാകുന്നത് അവന്റെ ഭാര്യ കൂടെ ഉണ്ടാവുമ്പോഴാണ്. ഭാര്യയില്ലെങ്കിൽ ഡിഗ്നിറ്റിയിൽ കാര്യമായ കുറവ് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണോ ഒരു പുരുഷന്റെ ഡ്രസ്സ് കൊടുക്കുന്ന അന്തസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ പ്രൊട്ടക്ഷൻ. നല്ല തണുപ്പാണ്, നമ്മൾ വേഗം പോയിട്ട് കുറച്ച് കണലുണ്ടാക്കി തീയിടില്ല. ആദ്യത്തെ സ്റ്റെപ്പ് നല്ലൊരു മഫ്ലർ മേടിച്ച് നല്ലൊരു തണുപ്പിന്റെ കുപ്പായം മേടിച്ച് ധരിക്കലാണ്. ഡ്രസ്സ് നമ്പർ 2 സേഫ്റ്റി. നമുക്ക് ഭയങ്കര സേഫ്റ്റിയാണ്. ഒരു നല്ല സുഖകരമായ ജീവിതത്തിന് നെഞ്ചത്തേക്ക് കാറ്റടിച്ചാൽ ജലദോഷമുണ്ടാകും, ചവിട്ടിലേക്ക് കാറ്റടിച്ചാൽ ചങ്കടപ്പുണ്ടാകും, അല്ലെങ്കിൽ മറ്റു രോഗങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ഡ്രസ്സ് ധരിക്കുന്നു. അപ്പോ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായി നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഭാര്യ എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിന്റെ സേഫ്റ്റിയാണ്. എന്റെ ജീവിതത്തിൽ എന്താണ് ഒരു ഡ്രസ്സ് എനിക്ക് തരുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഡിഗ്നിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ ഒരു സാധനം സേഫ്റ്റിയാണ്. എന്തൊക്കെ രീതിയിലാണ് ഡ്രസ്സ് നമുക്ക് സേഫ്റ്റി നൽകുന്നത്? അത് മുഴുവൻ ആര് തരണം? എന്റെ ഭാര്യ എനിക്ക് തരണം. എന്റെ ഭർത്താവ് എന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കണം. ഖുർആൻ തമാശ പറഞ്ഞതല്ല. അറബികളോട് ഇത് പറയുമ്പോൾ അന്ന് തന്നെയും ഡ്രസ്സിനെ പറ്റി നന്നായിട്ട് ബോധമുണ്ട്. രാജാക്കന്മാരുടെ ഡ്രസ്സുകൾ, മിലിറ്ററി ഓഫീസർമാരുടെ ഡ്രസ്സുകൾ, സാധാരണക്കാരന്റെ വേഷം, ഒരാളുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അണിഞ്ഞൊരുങ്ങുന്നത്, ഡ്രസ്സിനെ പറ്റി നല്ല കൺസെപ്റ്റ് ഉള്ള കാലം. ഇപ്പോഴും ആ കാലം അത് തന്നെയാണ്. ഡ്രസ്സിലാണ് തിരിച്ചറിവ്, ഡ്രസ്സിലാണ് നമ്മുടെ പദവികൾ കുത്തിച്ചേർക്കുന്നത്, ഡ്രസ്സാണ് എല്ലാത്തിന്റെയും കാരണമെന്ന് നമുക്കറിയുമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ ഡ്രസ്സാണ്, നിങ്ങളുടെ വസ്ത്രമാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്തസ്സിന്റെ ചിഹ്നമാണ്, നിങ്ങളുടെ സേഫ്റ്റിയുടെ ചിഹ്നമാണ്. ഇനി നമ്മുടെ ബ്യൂട്ടിഫിക്കേഷൻ, നമ്മുടെ ഭംഗി. എന്താണ് നമ്മുടെ ഭംഗി? ഞാൻ ഇന്ന് പോരുമ്പോൾ ഏത് ഷർട്ട് ഇടണം? ഞാൻ ജനങ്ങളുടെ മുന്നിലേക്കാണ് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഏത് ഷർട്ട് ഇടണം എന്നത് എന്റെ ഭംഗിയെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഭംഗി അതെന്റെ ഡ്രസ്സാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതെന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയുടെ കൂടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരുമായുള്ള സമ്പർക്കത്തിൽ എന്റെ ജീവിതത്തിനുണ്ടാകുന്ന ഭംഗി, ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെന്റെ ഭാര്യയ്ക്ക് ശക്തമായ പങ്കുണ്ട്. ഇനി എനിക്ക് ഏറ്റവും വലുത് എന്റെ ലജ്ജയാണ്. എന്റെ സമൂഹത്തിൽ എനിക്കുണ്ടാകുന്ന അന്തസ്സ് ഇല്ലായ്മ ചെയ്യുന്ന
ഒരു അരക്ഷിതാവസ്ഥ, എനിക്ക് ലജ്ജ, ആ ലജ്ജയെ തൊട്ട് കളയുന്ന ഒരു സംഭവം. ഞാൻ ഡ്രസ്സ് അഴിച്ചിട്ടാൽ എന്റെ മുന്നിൽ നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ എന്റെ പാന്റും ഷർട്ടും നിങ്ങളുടെ മുന്നിൽ അഴിക്കില്ല. എന്താ കാരണം? അതെന്റെ മാന്യത ഒരിക്കലും എനിക്ക് അനുഭവിക്കുന്നില്ല. എന്നെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കുന്നതിന് കാരണമാകും. എനിക്കൊരിക്കലും അത് കഴിയില്ല. എങ്കിൽ എന്റെ ഏറ്റവും വലിയ ലജ്ജാപരമായ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം അതെന്റെ ഭാര്യയാണ് നിർവഹിക്കേണ്ടത്. ഒരു ഭർത്താവിന് ഭാര്യ നിർവഹിച്ചു കൊടുക്കുമ്പോൾ അവളുടെ പൂർണ്ണമായ അന്തസ്, അവളുടെ പൂർണ്ണമായ ആ ആഭിജാത്യം നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, അവർ നമ്മെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു ഡ്രസ്സ് നൽകുന്ന ആ സെക്യൂരിറ്റി, ഡിഗ്നിറ്റി, സേഫ്റ്റി, അതുപോലെ തന്നെ ഈ ലജ്ജാപരമായ സംഭവങ്ങളിൽ ഉണ്ടാവുന്ന ആ സംഭവങ്ങൾ, ഇതൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ പുതിയ സയൻസിന്റെ ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയത് ഈ ഡ്രസ്സിന്റെ, ആ ഡ്രസ്സ് എന്ന് പറയുന്നതിന്റെ ആ ഒരു മീനിങ് പറഞ്ഞുകൊണ്ട് എത്രയോ പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. എന്താ ഒരു അബദ്ധവശാൽ ഇത്തരം പഠനങ്ങളൊക്കെ വരുന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലും അറബിലുമാണ് നല്ല പഠനങ്ങൾ വരുന്നത്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് വിശുദ്ധ ഖുർആൻ പറയുന്നു, സ്ത്രീ പുരുഷന്റെ ഡ്രസ്സാണ്. സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് തന്നെ പറയാം, ഇങ്ങനെ രീതിയിൽ ഒരു ഭാര്യ ഭർത്തൃ ജീവിതം ഉണ്ടായാൽ ആ ജീവിതം വളരെ മനോഹരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി വളരെ ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ, 8ന്റെയും 10ന്റെയും ഇടയിൽ പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും കൂടെ, ഇല്ലല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു രീതി, ഈ ഒരു രീതിയാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇടയിൽ സ്നേഹം വേണം. ഭാര്യയോട് സ്നേഹം വേണം, ഭർത്താവിനോട് സ്നേഹം വേണം. ഇത് അടിസ്ഥാനപരമായ ഒരു ആവശ്യം. സ്നേഹമുണ്ടാകുന്നതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അതിന് അള്ളയും റസൂലും പരിചയപ്പെടുത്തുന്ന ഒരു കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു വൈകാരിക ഭാവം അള്ളാഹ് തന്നതാണ്. ആ സ്നേഹം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കലാണ്. ഈ വിഷയം ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ ഡോക്ടർ അബ്ദുസലാം എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ഇൻഷാ അല്ലാ. കാരണം ആ വിഷയം ഞാൻ എടുത്താൽ അത് തീരില്ല. എന്താണ് സ്നേഹത്തിന്റെ ബേക്കിൽ? അള്ളാഹുവിനെ സ്നേഹിച്ചാലും റസൂലുള്ളാഹിനെ സ്നേഹിച്ചാലും എങ്ങനെയാണ് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഭർത്താവിനെ സ്നേഹിക്കുന്നിടത്തും ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ എത്രമാത്രം ഗുണം ഉണ്ടാവുന്നതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല. അതിന്റെ ഒരു വിഷയം ഇൻഷാ അല്ലാ വളരെ മനോഹരമായി ശാസ്ത്രീയമായി നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടായാൽ ഡോക്ടർ അബ്ദുസലാം എന്ന് പറയുന്ന ഈടെ കൊഴിക്കര വന്ന ആ ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് നിങ്ങൾ ക്ലാസ് എടുക്കാം. ഞാൻ ഏതായാലും സ്നേഹം എന്നേ പറയുന്നുള്ളൂ. ആ സ്നേഹം നമുക്കിടയിൽ ഉണ്ടാകണം. ആ സ്നേഹം ഉണ്ടാകേണ്ടതിന്റെ കാരണങ്ങൾ നമുക്ക് പറയാം. കാരണം ആ ഒരു കാരണത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. നമുക്ക് എന്ത് വേണം? നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സ്ത്രീ പുരുഷ പരസ്പര ബന്ധം വേണം. ഈ പരസ്പര ബന്ധത്തിന്റെ യഥാർത്ഥ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ മേലെ വരുന്ന ഒന്നാണ് എന്ത്? പ്രണയം. പ്രണയം കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് കാമം. 3 സെറ്റാണ്. ഒന്ന് സ്നേഹമാണ്. സ്നേഹത്തിന്റെ അതിര് കടന്ന ശാരീരികമായ ഭാഷയിലേക്ക് വരുമ്പോൾ അത് പ്രണയമാകുന്നു. പ്രണയത്തിന്റെ അതിര് കടന്നൊരു മേഖലയിലേക്ക് വരുമ്പോൾ അത് കാമമാകുന്നു, പ്രേമം എന്നൊക്കെ പറയും. ഇത് സ്നേഹത്തിന്റെ വ്യത്യസ്ത മേഖലകളാണ്. ഞാനിവിടെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിനിടയിൽ വലിയ സ്ഥാനമുണ്ട്. വലിയ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞതുപോലെ പ്രീ മാരിറ്റൽ കോഴ്സിന്റെ ക്ലാസ്സിലേക്ക് കടക്കാതെ സ്ത്രീ പുരുഷന്മാർ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സാധാരണ നാട്ടിലൊരു തരിപ്പുള്ള പോലെ അവർ വിവാഹത്തിൽ കടക്കുകയും അതിന്റെ ഒരു പുതുമ അല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞു. അന്ന് വരെ 25 വയസ്സ് വരെ ഒരു പുരുഷൻ സ്ത്രീ ശരീരത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല, സ്ത്രീയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് വല്ലാതെ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതേ സ്റ്റേജാണ്. അത് പരസ്പരം എന്ന് അറിയുന്നതോടുകൂടെ, ശാരീരികമായ ഒരു ടേസ്റ്റ് അറിയുന്നതോടുകൂടെ പിന്നെ ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ആയുധമില്ലാത്ത പോരാളികളെ പോലെയാണ്. നമുക്ക് പിന്നെ കയ്യിലൊന്നുമില്ല. ആ സമയത്ത്
ഈ വിവാഹത്തിന്റെ അതിനു മുമ്പായിട്ട് ഈ പ്രീ മാരിറ്റൽ കോഴ്സിലൂടെ കടന്നു വന്ന് അതിന്റെ ഓരോ ഘട്ടങ്ങളെ പറ്റിയും ഒരു ബോധം സ്ത്രീക്കുണ്ടായാൽ, പുരുഷനുണ്ടായാൽ എന്നും അത് കത്തി നിൽക്കുന്ന ദാമ്പത്യമാണ്. അതിന്റെ ഒരു പ്രധാന സംഭവമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹത്തിനെയും പ്രണയത്തെയും ഒക്കെ ശാരീരികമായ ബന്ധത്തിലേക്ക് കൂട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വിവാഹം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരുമൊക്കെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ തീവ്രതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ ബന്ധം നിലനിൽക്കില്ല. അയാൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾക്ക് അയാളോട് സ്നേഹമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ റിലേഷൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ തീവ്രതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ വിവാഹത്തിന്റെ ആ ഒരു എസൻസ്, അതിന്റെ ആ ഒരു ശരിയായ രൂപം നമുക്ക് കിട്ടാതെ പോകും. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ലൈംഗികതയുടെ ഒരു ബന്ധം എന്ന് പറയുന്ന സ്ത്രീ പുരുഷന്റെ ലൈംഗിക ബന്ധങ്ങൾ. ആ ബന്ധങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇസ്ലാമികമായ കാഴ്ചപ്പാട് വളരെ മനോഹരമാണ്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിത്തിടുന്ന കർമ്മമാണ് വിവാഹമെങ്കിൽ വിത്തിടുന്ന കർമ്മത്തെ സംബന്ധിച്ചും വിത്തിനെ സംബന്ധിച്ചും നമുക്ക് ബോധം വേണമെങ്കിൽ സ്വാഭാവികമായും ആ ഒരു കർമ്മത്തെപ്പറ്റി നമുക്ക് ബോധം വേണ്ടേ? നമുക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അറിയൽ നിർബന്ധമാണ്. ഇവിടെ വിശാലമായി പറയുകയല്ല, ചില സൂചനകൾ നൽകുകയാണ്. ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ലൈംഗികപരമായ സ്ത്രീ പുരുഷ ഇടപാടുകൾ അത് നിങ്ങൾ വളരെ പവിത്രതയോടെ കാണണം. ആ ബന്ധം എത്ര സുഖകരമാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ ദാഹം തീരും. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വെള്ളം കുടിച്ച് ദാഹം തീർക്കാൻ വേണ്ടി വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയതുകൊണ്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് പോയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? മനോഹരമായ 25-50 രൂപ കൊടുത്ത് നിങ്ങളൊരു ജ്യൂസ് മേടിച്ചാൽ അത് കുടിക്കുന്നത് ബിസ്മി ചൊല്ലിയിട്ടാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ജ്യൂസിന്റെ ടേസ്റ്റ് പോയിട്ടുണ്ടോ? ദാഹം മാറാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കുടിച്ചാൽ ഒരിക്കലും നമുക്ക് അതിന്റെ ടേസ്റ്റ് പോയിട്ടില്ല, സമയം വൈകിയിട്ടില്ല, ഒന്നും വൈകിയിട്ടില്ല. എന്നതുപോലെ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ഒരു സുഖം തരുന്ന ഇടപാടാണെങ്കിൽ അതിനു മുമ്പ് നിങ്ങളൊരു ബിസ്മിയോ ഒരു ചെറിയ ദിക്റോ ചെല്ലുകയോ ചെല്ലാൻ ഓർക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഒരിടപാടിന്റെ ഒരു സുഖവും നഷ്ടപ്പെടില്ല. അത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വരാത്തതാണ് നമുക്കുണ്ടാകുന്ന അതുമായുള്ളൊരു തടസ്സം. ചെല്ലണ്ടെന്ന് നമുക്ക് അഭിപ്രായമല്ല, ചെല്ലണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആ കർമ്മം നടക്കുന്നതിന് മുമ്പ് അതിനോട് ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധത്തിൽ ചിലപ്പോൾ എനിക്കൊരു കുട്ടി ജനിച്ചേക്കാം, ജനിക്കാതെ പോന്നേക്കാം എന്നതൊന്നും തീരുമാനിക്കാതെ ബന്ധത്തിന്റെ ഒക്കെ തുടക്കത്തിൽ ബിസ്മിയും ഇസ്ലാം പറഞ്ഞ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി ജന്നിബിന് ഷൈത്താന വജന്നിബി ഷൈത്താന ഫീമാ റസഖ്തന എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥന, കൊച്ചു പ്രാർത്ഥന, അത് ഭയങ്കര ഉച്ചത്തിലല്ല, അതിന്റെ മനോഹരമായ അതിന്റെ ഒരു മാനസികമായ ഒരു ആവർത്തനം പോലെ എന്തിലും പിശാചിന്റെ അതൊരു വലിയ സംഭവമാണ്. മനുഷ്യനും പിശാചും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനും ഇസ്ലാമികമായ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവില്ല. നമ്മുടെ ജീവിതത്തിന്റെ 90% പ്രശ്നങ്ങളും ഇന്നുണ്ടാകുന്നത് എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് ചോദിച്ചാൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, രോഗങ്ങളൊക്കെ അള്ളാഹു ഒരുത്തിന് വരാൻ ഉദ്ദേശിച്ചാൽ തന്നെ അതിന് കാരണമായിട്ട് അവൻ തെരഞ്ഞെടുക്കുന്നത് തന്നെ ശൈത്താൻ തുടങ്ങാം. അപ്പൊ ശൈത്താന്റെ വകയായിട്ടുണ്ടാകുന്നതിനെ പറ്റി പറയാണ്ടോ? അതോടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വിഷയം ഞാൻ എഴുതി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിശാചിന്റെ പങ്ക് നമ്മൾ മനസ്സിലാക്കുക. പിശാചിന്റെ പങ്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ പിന്നാലെ അവന്റെ എല്ലാ നന്മ കർമ്മങ്ങളിലും ബന്ധപ്പെടാൻ ഒരു ശത്രു പിറകെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ശത്രുവിന്റെ ജാഗരൂകത എന്ന നിലക്ക് അതിന്റെ കർമ്മത്തിൽ ബിസ്മിയോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രാർത്ഥനകളോ, ആ പ്രാർത്ഥനകളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണ്ട പോലെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ആ പ്രാർത്ഥന എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ ശീലിക്കണം. എന്തിനാണ് ശീലിക്കുന്നത്? കുട്ടികൾ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഇല്ലാതെ വരുന്നോ എന്നത് പ്രശ്നമല്ല. അതിനെ സംബന്ധിച്ചൊരു ഓർമ്മ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം. മാത്രമല്ല ഇസ്ലാം പറയുന്നത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധം പുലർത്തണമെന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ആ ലൈംഗിക ബന്ധത്തിന് വേണ്ടി സെലക്ട് ചെയ്ത ദിവസങ്ങൾ തന്നെ തിങ്കളും വ്യാഴമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ ഉസ്താദുമാര് കൊണ്ടു നടക്കുന്നുണ്ടാവാം, പക്ഷെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തന്നെ, അതായത് ഇന്ന് വ്യാഴമാണ്, ഇന്ന് തിങ്കളാണ്, ഈ ഒരു കൺസെപ്റ്റ് വ്യാഴം തിങ്കളും ബന്ധപ്പെടുന്നത് എന്തുകൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി റിലാക്സിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിതത്തിൽ പുരുഷന്മാർ പുറത്തിറങ്ങുന്നു, സ്ത്രീകൾ പുറത്തിറങ്ങുന്നു. നമ്മുടെ വൈകാരികമായ കൺട്രോളാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സ്, ആ മനസ്സിൻ്റെതായ ഇപ്പൊ വണ്ടി 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ കയറി അല്ലെങ്കിൽ എഞ്ചിൻ വർക്കിൽ കയറി അതിലെന്ത് ചെയ്യണം? അത് എഞ്ചിൻ വർക്ക് ചെയ്യണം. എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴാണ് ആ എഞ്ചിൻ പൂർണ്ണമായി ചെയ്യുന്നത്. 270 വർഷം വർക്ക് ചെയ്യാൻ വേണ്ടി പടക്കപ്പെട്ട ഹൃദയം, അതിന്റെ ഞരമ്പ്, അതിന്റെ
ശരീരത്തിന്റെ ഘടന, ആ ഘടനയ്ക്ക് ആവശ്യമായ ചില സംഭവങ്ങൾ നമുക്ക് വേണം. തുമ്മുന്നത് അതിൽ പെട്ടതാണ്. അങ്ങനെ ശാരീരികമായ സെക്സ് എന്ന് പറയുന്ന റിലാക്സേഷൻ അതിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ ഘടന അത് 70-90 വയസ്സ് വരെ മനോഹരമായി ജീവിച്ചിരിക്കാൻ ആവശ്യമായ ചില ടെക്നിക്കുകൾ തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ടെക്നിക്കാണ് സെക്സ്. അതാ പ്രായമാകുമ്പോൾ മനോഹരമായി അത് ഉപയോഗിക്കണം. വ്യാഴം തിങ്കളും വേണം. എന്താ വ്യാഴം തിങ്കളും വന്നതിന്റെ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ദിവസമാണ് തിങ്കൾ. വ്യാഴം എന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും മനോഹരമായ വെള്ളിയാഴ്ചയുടെ രാത്രി തുടങ്ങുന്നതാണ്. വെള്ളിയാഴ്ചയാണ്. ഇസ്ലാമിക കലണ്ടർ തുടങ്ങുന്നത് രാത്രിയാണ്, പകലല്ല. അപ്പൊ അത് തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ 2 പ്രധാന ദിവസങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധം നടക്കണം. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഒരു കുഞ്ഞാണ്. സുഖം നിങ്ങളുടെ ബോണസാണ്. സുഖം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാകുന്ന സുഖം ബോണസും അതിലുണ്ടാകുന്ന കുഞ്ഞ് അത് ദൈവത്തിന്റെ ഒറിജിനൽ തേട്ടമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ്? ആ കുഞ്ഞിന്റെ നന്മയിലേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശാരീരികമായ റിലാക്സേഷന് സെക്സ് ആവശ്യമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. നിസ്കരിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് മാത്രം നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് വന്ന ഒരാളെ അവിടുന്ന് ഓടിച്ചു. ഞാനാണ് ഏറ്റവും നല്ല ഭൂമിയിലെ ഏറ്റവും നല്ല മുഅ്മിൻ, ഞാൻ ചെയ്യുന്നത് ചെയ്യടോ എന്ന് വളരെ കർശനമായി അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും നോമ്പ് നോക്കണ്ട. ആ സമയത്ത് വ്യാഴം തിങ്കളും നോമ്പ് നോക്കിക്കോളൂ. വ്യാഴം തിങ്കളും നിങ്ങൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് നിക്കാഹുകൾ നടക്കേണ്ടത് ശവ്വാൽ മാസത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, ശവ്വാൽ മാസത്തിലാണ് നിക്കാഹ് സുന്നത്ത്. എന്താ ശവ്വാൽ മാസത്തിന്റെ പ്രത്യേകത? ശവ്വാൽ മാസം എന്ന് പറയുന്നത് റമദാനിലെ 30 ദിവസം നോമ്പ് നോക്കിയ ഒരു പുരുഷനും ഒരു സ്ത്രീയും ശവ്വാൽ മാസം വന്നാൽ പെരുന്നാളായി കഴിഞ്ഞാൽ അവന് വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ സംഗമിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കുഞ്ഞ് അത് ഭൂമിയിലെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷനായി മാറും. ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ആകും. കാരണം പാപങ്ങൾ കുറഞ്ഞൊരു സമയം. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളോട് പറയുന്നു വ്യാഴം തിങ്കളും ബന്ധപ്പെടണം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ ജീവിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു 5-6 കൊല്ലം കൊണ്ട് സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് മാത്രമാണ് നിലനിർത്താൻ പറ്റുന്ന ഒരു സംഭവം. നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു കർമ്മവും നമുക്കറിയില്ല. സൈക്കിൾ ചവിട്ടാൻ അറിയില്ല, നീന്താൻ അറിയില്ല, ഒന്നും അറിയില്ല. പോത്തും കുട്ടിക്ക് ഇതൊക്കെ അറിയാം. പോത്തും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുമ്പോഴേ നീന്താൻ അറിയാം, എല്ലാ പൂച്ചക്ക് നീന്താൻ അറിയാം. മനുഷ്യനൊന്നും അറിയില്ല. എന്തിനാണിത്? പൂച്ചയും കുട്ടിയൊക്കെ ഇത് എത്ര വലിയ ആയുസ് ഉണ്ടായാലും 10 കൊല്ലം ജീവിച്ചിരിക്കുള്ളൂ. അതിൻ്റെതായ ജീവിതം കൊണ്ട് അള്ളാഹു എല്ലാം പ്രാക്ടിക്കലായി സിസ്റ്റം കൊടുത്താ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ 10, 75, 80 കൊല്ലം കൂടെ ജീവിക്കുമ്പോൾ മാന്യമായ രീതിയിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടുപോകാൻ അതിന് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഭക്ഷണം കഴിക്കുന്നിടത്ത് കുട്ടികൾക്ക് ട്രെയിനിങ് വേണം. എന്തിനും ട്രെയിനിങ് വേണം. വിവാഹ ജീവിതത്തിന്റെ പ്രധാനമായ ഒരു സംഭവം ആ ആണ് പെണ്ണ് എന്ന് പറയുന്നതിന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ബോഡി റിലാക്സിങ് ആൻഡ് മൈൻഡ് റിലാക്സിങ്ങിനാണ്. ആ റിലാക്സേഷനിൽ തിങ്കളും വ്യാഴം എന്ന് പറയുന്ന ഒരു സാധനം ആദ്യം തന്നെ കല്യാണത്തിന്റെ തുടക്കത്തിൽ കുറെ കൂടുതൽ അതിനോടുള്ള ആ ഒരു ചിന്തയുണ്ടാവും. കല്യാണത്തിന്റെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ തീരെ വിട്ടു പോകുന്ന ഇടപാട് അത് ശാരീരികമായി ഭയങ്കര ദോഷം ചെയ്യും. അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും. എന്തു ചെയ്യണം? സ്ത്രീയും പുരുഷനും അതിനെപ്പറ്റി ശരിക്കും പഠിച്ചുകൊണ്ട് വ്യാഴം തിങ്കളും ബന്ധപ്പെടേണ്ട ദിവസമാണെന്നൊരു ഫീലിംഗ് പുരുഷനുണ്ടാകണം. അത് വീട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീയുടെ ഡ്രസ്സിങ്ങിലും അന്ന് നൽകുന്ന ഭക്ഷണത്തിലും നിർബന്ധമായും ഇന്നൊരു പുതുമയുണ്ടെന്ന് മനസ്സിലാക്കണം. കുട്ടികൾ അത് പ്രായപൂർത്തിയായി വരുമ്പോൾ, നിങ്ങളുടെ മകൾ വലുതായി വരുമ്പോൾ, നിങ്ങളുടെ മകൻ പ്രായപൂർത്തിയാവുമ്പോൾ ഒരു മടിയും കൂടാതെ അത് മനസ്സിലാകുന്ന രീതിയിലേക്ക് വളരുമ്പോഴാണ് ഉമ്മ ഉപ്പയുടെ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് മക്കൾ മനോഹരമായ ഒരു ജീവിതം കെട്ടുപിടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റി പോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്ന യൂണിവേഴ്സിറ്റികൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകൾ, ഇതിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്ന ഏറ്റവും വലിയൊരു പാഠശാലയാണ് വീട്. ആ വീട്ടിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആ മനോഹരമായ പാഠങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഭൂമിയിൽ നിന്ന് ആരും ക്ലാസ് എടുക്കില്ല. അത് ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലാണ്. ഞാനെന്ന് എന്റെ 16 വയസ്സായ മകൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഈ ധൈര്യം ഞാൻ കാണിച്ചെങ്കിൽ നിങ്ങളും കാണിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ കുട്ടികൾ 16, 15 വയസ്സാവുമ്പോഴേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരാനുള്ള പക്വത, അവരോട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി അത് നമ്മൾ നേടണം. നമ്മൾ നേടുമ്പോൾ അത് എവിടെ നിന്നാണ് നേടുന്നത്? ജീവിതത്തിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് വല്ലാതൊന്നും കഴിയില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടാകാം. പക്ഷെ കുറച്ചൊക്കെ പറഞ്ഞു പഠിച്ച് നമ്മൾ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? അങ്ങനെ വരുമ്പോൾ സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നിങ്ങൾ നോക്കിയാൽ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റാൽ 10-15 കിലോമീറ്റർ നടക്കും, അല്ലെങ്കിൽ 2-3 കിലോമീറ്റർ നടന്ന് ബോഡിക്ക് ആയാസം കിട്ടും. ആ സമയത്ത് നിത്യം വീട്ടിലെ പണികൾ ചെയ്യുന്ന സ്ത്രീകളാണ്. അത് ശരിയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ബോഡി റിലാക്സേഷൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് ആഴ്ചയിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം നടന്നാൽ ആ സ്ത്രീക്ക് പിന്നെ കിലോമീറ്ററുകൾ നടക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഹാർട്ട് പവറുള്ള സ്ത്രീകൾക്കാണ്. അവരുടെ ശരീരം കുഴഞ്ഞു മറിഞ്ഞതാണെങ്കിലും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് സ്ത്രീകൾക്കാണ്.
എന്താ കാരണം? അത് ഇതാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ബോഡിക്ക് അനുസരിച്ച് ചില പ്രാക്ടിക്കൽ വശം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു സാധനമാണ് സെക്സ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇഷ്ടമുണ്ടോ എന്നല്ല, ഇഷ്ടമുണ്ടാക്കുന്ന ജീവിത രീതിയായി അത് മാറ്റണം. അതിലെത്രമാത്രം സന്തോഷം, ചിലർ ചിന്തിക്കാതാണ് സെക്സ് എന്ന് പറയുന്നത് അതിനൊരു സന്തോഷം വേണ്ടേ. സന്തോഷം അതിന്റെ രണ്ടാം ഘടകമാണ്. ആദ്യത്തെ ഘടകം ബോഡി റിലാക്സിംഗ് ആണ്. അത് ശരീരത്തിൽ നിന്ന് പോകുമ്പോഴും അത് ഏറ്റുവാങ്ങുമ്പോഴും ശരീരത്തിനുണ്ടാകുന്ന റിലാക്സേഷൻ എന്ന് പറയുന്നത് അത് മണിക്കൂറുകൾ എക്സസൈസ് ചെയ്താൽ കിട്ടാത്തതാണ്. ആ ബോധം ആർക്ക് വേണം? സ്ത്രീക്ക് വേണം, പുരുഷന് വേണം. എന്റെ ജീവിതത്തിന്റെ എക്സ്റ്റൻഷനാണ്. എന്റെ ജീവിതം 60, 70, 80 വയസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു കർമ്മത്തിന് ശക്തമായ പങ്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഇസ്ലാം പറഞ്ഞത് ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ബന്ധപ്പെടണം. അതും രസകരമാണ്. വളരെ അത്യാസക്തിയോടുകൂടി ദിനം പ്രതി ബന്ധപ്പെടുന്നത് പ്രശ്നമാണ്. അതത്ര നല്ല കാര്യമല്ല. മറിച്ച് നീ എന്ത് ചെയ്യണം? ഇതിനെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ആ ട്രാക്ക് തെറ്റിക്കാനും പാടില്ല. അങ്ങനെ 2 ദിവസം ആഴ്ചയിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ കർമ്മമായ ഒരു കുട്ടി ഉണ്ടായാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതൊരു കർമ്മമാണ്, അതൊരു ദീനി ചുറ്റി അനുസരിച്ച് സംഭവിച്ചതാണ്. അതിലൊരു പ്രത്യേക ബർക്കത്തുണ്ടാകും. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ വരുന്ന സമയത്ത് വ്യാഴം തിങ്കളും അതെന്റെ വീട്ടിലേക്ക് വരാൻ എനിക്കും ഒരാഗ്രഹം, അല്ലെങ്കിൽ വ്യാഴം തിങ്കളും അതെന്റെ ഭാര്യയും ഞാനും അറിയുന്ന ഒരു പ്രത്യേക ദിവസമാണെന്നൊരു തിരിച്ചറിവുണ്ടായി സ്വാഭാവികമായും അങ്ങനെ ഒരു പ്ലാനിങ് വീട്ടിൽ നടന്നാൽ അത് ക്രമേണ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കാണ്. പിന്നെ കുറച്ചു കാലം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഷ്ടം അനിഷ്ടം ഇതൊക്കെ നമ്മൾ എന്തിലും മനസ്സിലാക്കണം. സെക്സിലും മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷന്മാരുടെ ഇഷ്ടം, അതുപോലെ സ്ത്രീകളുടെ ഇഷ്ടം, ഇതൊക്കെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സന്തോഷത്തിന്റെ ഇടപാട് മാത്രമല്ല, ഇതൊരു കർമ്മമാണ്. ഇത് നിസ്കാരം പോലെ, നോമ്പ് പോലെ നമ്മോട് സുന്നത്താണ്, ഫറലാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ നബിയിലൂടെ പഠിപ്പിച്ചു തന്ന ഈ മാതൃക, സുന്നത്ത് എന്ന് പറഞ്ഞ ചര്യ എന്ന അർത്ഥം. നമുക്കത് കേൾക്കുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം, സുഖം കിട്ടണം എന്ന ചിന്ത വെറുതെയാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യയാണ്. ചര്യ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് അപ്പ കൂലി കിട്ടിയോ അത് വേറൊരു സംഭവമാണ്. അപ്പോൾ കൂലി കിട്ടുന്ന സംഭവമായിരിക്കാം ചിലപ്പോൾ സെക്സ്. എന്നാൽ അപ്പോൾ കൂലി കിട്ടിയില്ലെങ്കിലും അത് ചര്യയാണ്. ആ നിലക്ക് അതിന്റെ ഏറ്റവും വലിയ സംഭവം ഇഷ്ടം അനിഷ്ടം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇഷ്ടം അനിഷ്ടം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. സ്ത്രീക്കുണ്ടാകുന്ന ശാരീരികമായ സ്വന്തം ശരീരത്തിൽ കലണ്ടറുമായി ജനിക്കുന്നവരാണ് സ്ത്രീകൾ. നമ്മൾ പുരുഷന്മാർ പ്രത്യേകം മനസ്സിലാക്കണം. സ്വന്തം ശരീരത്തിൽ കലണ്ടറുള്ള ഒരേ ഒരു ജീവി അത് സ്ത്രീയാണ്. സ്വന്തം ശരീരത്തിൽ കലണ്ടർ സൂക്ഷിക്കുന്ന ഒരേ ഒരു ജീവി അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ മുതൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും ലോകത്ത് കലണ്ടറില്ലല്ലോ. എന്നാ കലണ്ടർ വന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അവസാന കാലഘട്ടത്തിൽ വരാൻ പോകുന്ന അവസാനത്തെ സ്ത്രീക്ക് വരെ സ്വന്തം ശരീരത്തിൽ എന്തിന് കലണ്ടർ ഉണ്ടായി? എന്താ കലണ്ടർ? നിങ്ങൾ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. ശരിയായ രീതിയിൽ മെൻസസിന്റെ ചക്രം എന്ന് പറയുന്ന ആ ഡേറ്റ്, അതിന്റെ ചക്രം, അതിന്റെ വളർച്ച, അത് കറക്റ്റായിട്ട് ചന്ദ്രനുമായി വളരെ കറക്റ്റായിട്ട് ബന്ധമുണ്ട്. കഴിഞ്ഞ ഏകദേശം 1.5 കൊല്ലം മുമ്പ് മാതൃഭൂമിയിൽ ഒരു ഫീച്ചർ തന്നെ ഇതായിരുന്നു. ഈ സ്ത്രീകളുടെ മെൻസസ് പീരീഡും അതുപോലെ ചന്ദ്രവർഷവും തമ്മിലുള്ള ബന്ധം. ചന്ദ്രൻ എങ്ങനെയാണോ ഉദിച്ചുയർന്ന് പൂർണ്ണ ചന്ദ്രനാകുന്നത്, അതുപോലെ ഇല്ലാതെ കുറഞ്ഞു വരുന്നതും അതും സ്ത്രീയുടെ മെൻസസ് പീരീഡും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായ രീതിയിൽ അതിന്റെ ആ 28 ദിവസങ്ങളുടെ ചാക്രിക വശങ്ങൾ സ്വന്തം ശരീരത്തിന്റെ കലണ്ടർ സൂക്ഷിക്കുന്ന ഒരു ജീവിയാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷൻ മനസ്സിലാക്കേണ്ടത് കലണ്ടറുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ മുഴുവൻ ഒരു കലണ്ടർ നോക്കി ജീവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം. നമുക്കിപ്പോൾ ഉള്ളത് ഗ്രിഗേറിയൻ കലണ്ടറാണ്, ഹിജറ കലണ്ടറാണ്, എല്ലാ കലണ്ടറുമാണ്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കലണ്ടർ അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയിൽ അവന്റെ ചുവപ്പും ഗ്രീനും ഒക്കെയുള്ള അക്ഷരങ്ങൾ ആ ജീവിതങ്ങളെ, ആ ദർശനങ്ങളെ, ആ ദിവസങ്ങളെ ശരിക്കും മനസ്സിലാക്കേണ്ട ബാധ്യത പുരുഷനുണ്ട്. അപ്പൊ സ്ത്രീയുടെ കലണ്ടർ തിരിച്ചറിയണം. സ്ത്രീ എന്ന് പറയുന്ന കലണ്ടറിനെ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ കണ്ടിട്ടില്ലേ, കലണ്ടറിൽ എന്താണ്? കറുപ്പ് പ്രവൃത്തി ദിവസങ്ങൾ, ചുവപ്പ് എന്താ? ലീവ് ദിവസം. നിങ്ങൾ ആലോചിക്കണം. ഒരു പ്രകൃതിയുടെ ഒരു തീരുമാനമാണത്. അതുപോലെ സ്ത്രീ ശരീരത്തിൽ അത് പ്രവൃത്തി ദിവസങ്ങളും അതിന്റെ ചുവപ്പടയാളങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് പറയുമ്പോൾ ആർക്കും പറ്റാത്തൊരു ഭാഷ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ബാക്കി ഒരാൾ പറഞ്ഞാൽ വേറൊരാളെ മുഖം ചുളിക്കുന്ന ഒരു വർത്താനം പറയുന്നതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ ഞാൻ വളരെ ബഹുമാനപൂർവ്വം സ്ത്രീ ആദരിക്കുന്ന ഒരാളാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ അള്ളാഹു പുരുഷന് ജീവിക്കാൻ ആവശ്യമായ കലണ്ടർ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടുകൂടെ നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ്. അങ്ങനെയുള്ള ആ കലണ്ടറിന്റെ ദിവസങ്ങളെ മനോഹരമായി പാലിച്ചുകൊണ്ട് പുരുഷൻ ജീവിക്കാൻ, സ്ത്രീയും അതിൽ ബാധ്യസ്ഥരാണ്.
എന്റെ ദിവസങ്ങളെ സംബന്ധിച്ച്, എന്റെ പ്രവൃത്തി ദിവസങ്ങളെ സംബന്ധിച്ച്, എന്റെ കറുപ്പ് ദിവസങ്ങളെ സംബന്ധിച്ച്, എന്റെ ചുവന്ന ദിവസങ്ങളെ സംബന്ധിച്ച് കറക്റ്റായ ഒരു ബോധം അത് എന്റെ പുരുഷനായാലും അല്ലെങ്കിൽ തന്നെയും അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് പുരുഷനും സ്ത്രീക്കുണ്ട്. അങ്ങനെ ആ ഒരു ചാക്രിക ക്രമം വളരെ സൂക്ഷിക്കണമെന്ന് പറയാൻ ഞാൻ കാരണം, പുതിയ സയന്റിഫിക്കൽ പഠനമനുസരിച്ച് സ്ത്രീ പുരുഷ ബന്ധം അത് മെൻസസ് പീരീഡിൽ നടന്നാൽ കുഴപ്പമില്ലെന്നാണ് സയൻസ് പറയുന്നത്. കാരണം അതിനവർ പറയുന്ന ന്യായം, സ്ത്രീ പുരുഷ ബന്ധം കുട്ടികളുണ്ടാകാനുള്ള ഒരു ചാൻസും ഈ ഒരു മെൻസസ് പീരീഡിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെയുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് വേണ്ടി പറയുകയാണ്. അതൊരു പക്ഷേ സയൻസിന്റെ ഇന്ന് വരെയുള്ള കണ്ടുപിടുത്തമാണ്. നമുക്കറിയാം സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന വാക്ക് പറയാനായിട്ടില്ല. ഇന്നത്തെ സയന്റിഫിക്കൽ പഠനമനുസരിച്ച് സ്ത്രീ പുരുഷ ബന്ധം, ലൈംഗിക ബന്ധം അത് ഈ ഒരു സമയത്ത് നടന്നാൽ 100% കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് നമ്മോട് പറഞ്ഞു ആ ഒരു പീരീഡിൽ ബന്ധപ്പെടരുത്. ഉലമാക്കളായ പിന്നീട് വന്ന ആളുകളാണെന്ന് തോന്നുന്നു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് കുട്ടികൾ ഉണ്ടായാൽ ചിലപ്പോൾ എന്താകാം മന്ദബുദ്ധി ജനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മന്ദബുദ്ധികളായ കുട്ടികളുടെ ജനനം ഒരുപാട് കൂടുന്ന കാലമാണിത്. മന്ദബുദ്ധികളായ കുട്ടികളുടെ ജനനം ഒരുപാട് കൂടുന്ന കാലമാണിത്. അടിവരയിടാതെ ഇത് പറയാൻ കഴിയില്ല. പണ്ട് ഇത് വളരെ കുറവാണെങ്കിൽ ഇന്ന് നമുക്ക് നാട്ടിൻ പുറത്ത് കാണാൻ കഴിയാത്തത് ഓരോ മുക്കിലും മൂലയിലും മന്ദബുദ്ധികളുടെ കുട്ടികളുടെ സ്ഥാപനം ഉള്ളത് കൊണ്ടാണ്. ബുദ്ധിശേഷിയില്ലാത്ത കുട്ടികളുടെ ജനനം അത് വളരെ കൂടുന്നതിന്റെ പിന്നിൽ ഒരു പഠനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഡോക്ടർ അബ്ദുസലാമിനെ പോലുള്ള സയന്റിസ്റ്റുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് വലിയ പണ്ഡിത ചിന്തകന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ, ഞാനൊരിക്കൽ അത്ഭുതപ്പെട്ടു പോയി. ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ പാസ്പോർട്ടുമായി ഒരു ഇന്ത്യൻ കൗൺസിലേറ്റ് ചെന്നപ്പോൾ തൊട്ടടുത്ത് പാകിസ്ഥാൻ കൗൺസിലർ, ആ കൗൺസിലേറ്റിന് മുന്നിലൂടെ വേണം കടന്നു വരാൻ. ഞാൻ വണ്ടി നിർത്തി കൊടുത്തു 1 മിനിറ്റ്. അപ്പോൾ ഒരു സ്ത്രീ തന്റെ കുട്ടിയുമായി പാസ് ചെയ്തു. ഉന്തുവണ്ടിയിലാണ്, വളരെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ആ കുട്ടി. ഞാനങ്ങനെ കൗൺസിലേറ്റ് കയറി വന്നപ്പോ ആ കൗൺസിലറുടെ ഭാര്യ ഒരു കുട്ടിയെ തള്ളിക്കൊണ്ടുവരികയാണ്. നോക്കുമ്പോ ആ കുട്ടി മന്ദബുദ്ധിയാണ്. ഇങ്ങനെ ലോകത്തെ എത്ര വലിയ പ്രഗത്ഭനല്ലെങ്കിലും അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു മന്ദബുദ്ധി എന്ന വീതം ജനിക്കാൻ പോകുന്ന കാലം വിദൂരമല്ലെന്ന് നമുക്ക് വളരെ ഗൗരവപൂർവ്വം സയൻസും നമ്മുടെ പണ്ഡിതന്മാരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് കുറച്ച് ബോധമുണ്ടാകുന്നത് നന്നാണ്. ഒന്നുകിൽ നേർക്ക് നേരെ ഗർഭാധാരണം ഉണ്ടാകാം, പ്രശ്നമുണ്ടാകാം, അല്ലെങ്കിൽ മെൻസസ് പീരീഡിൽ ബന്ധപ്പെടുന്ന ദമ്പതികൾക്ക് അതല്ലാത്ത സമയത്തുണ്ടാകുന്ന കുട്ടികളിലും അതുണ്ടാകാം എന്ന് നമ്മൾ കൂട്ടി വായിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് അതിന്റെ ചുവപ്പും കറുപ്പും ദിനങ്ങളെ സംബന്ധിച്ചുള്ള വിവരം. ഇനി ഞാൻ 1-2 വിഷയങ്ങൾ, അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ ആ വിഷയത്തിലേക്ക് വല്ലാതെ പോകുന്നില്ല. പിന്നെ പുരുഷനും സ്ത്രീയും അന്യപുരുഷന്മാരോട് താല്പര്യം തോന്നുന്നു. എന്റെ ഭാര്യ ഇവിടെയുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ത്രീയിൽ ആഗ്രഹം തോന്നുക, അല്ലെങ്കിൽ ആ സ്ത്രീയെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുക, ഇത് പതിവാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് പതിവല്ല. ഇതുണ്ടാകുന്ന ചിന്ത, ഇതിന്റെ പിന്നിൽ ആണിനും പെണ്ണിനും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി. വർത്താനം പറഞ്ഞാൽ പെൺകുട്ടിയെ ഒന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിതം പങ്കിട്ട എന്റെ ഭാര്യയ്ക്ക് അതിൽ കാര്യമായ പങ്കുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടറിയാം, കഴുത്തിന് താഴെ എല്ലാ സ്ത്രീയും ഒരുപോലെയാണ്. കഴുത്തിനു താഴെ ഭൂമിയിലെ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. കഴുത്തിനു താഴെ ഭൂമിയിലെ എല്ലാ പുരുഷനും ഒരുപോലെയാണെന്ന് സ്ത്രീകൾക്കും അറിയാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യയെ വിട്ട് വേറൊരു ഭാര്യയെ നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ അതിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീയിൽ കാണുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത എന്റെ ഭാര്യയിൽ ഇല്ലാതെ പോവുകയും അത് മറ്റേ പെൺകുട്ടിയിൽ ഇയാൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുക, പുരുഷന്മാരും തിരിച്ചറിയുക. നമുക്ക് നമ്മുടേതല്ലാത്ത ഒന്നുകിൽ പറയും, ഹൗ എന്തൊരു മാന്യതായിട്ടാണ് ആ സ്ത്രീ പെരുമാറിയത്, അല്ലെങ്കിൽ ഹൗ എന്തൊരു ഡിഗ്നിറ്റിയാണ്. സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിന് അങ്ങനെ വല്ലാതെ ഡിഗ്നിറ്റി ചെയ്യാറില്ല. കാരണം എന്താ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ജീവിതം സൗന്ദര്യമുള്ളവരെ കല്യാണം കഴിച്ചവരാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് സിനിമാ നടികൾക്കിടയിലാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനവും ഏറ്റവും കൂടുതൽ പ്രശ്നവും ഉള്ളത് നല്ല കത്തി നിൽക്കുന്ന സൗന്ദര്യമുള്ളവരാണ്. സർപ്പ സൗന്ദര്യം എന്നാണ് സൗന്ദര്യത്തിന് പറയുന്നത് തന്നെ. സർപ്പ സൗന്ദര്യം. എന്താ സർപ്പ സൗന്ദര്യം? സർപ്പം എന്ന് പറഞ്ഞാൽ കൊത്തിയാൽ വിഷം കയറും. നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് കത്തി നിൽക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ചവരുടെ ജീവിതമാണ്. വളരെ മനോഹരമായ രീതി. സൗന്ദര്യം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. സൗന്ദര്യം എന്തിനാണ് അള്ള പഠിച്ചത്, അത് ഇപ്പൊ തന്നെ പറയാം. സൗന്ദര്യം അള്ള പഠിച്ചത് എന്തിനാണ്? ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല പേന വേണം, പെൻസിൽ വേണം.
ചിത്രം വരക്കാത്ത കുട്ടികൾക്ക് എന്തിനാ കളർ പെൻസിൽ? ഒരാവശ്യമില്ല. ചിത്രം വരക്കാൻ അറിയുന്ന കുട്ടികൾക്ക് കളർ പെൻസിൽ കിട്ടിയാൽ കുട്ടി നല്ല ചിത്രം വരക്കും. കുട്ടികളുണ്ടാകാൻ പോകുന്നവർക്ക് നല്ല ചിത്രം, നല്ല രൂപം നൽകാൻ വേണ്ടിയുള്ള സാധനമാണ് സൗന്ദര്യം. അല്ലാഹു തആല ആദം നബിക്കും ഹവ്വാ ബീവിക്കും കൊടുത്ത സൗന്ദര്യം അവസാനം വരെ സൃഷ്ടിക്കുന്ന മനുഷ്യന്മാർക്ക് കുറേശ്ശെ ചാലിച്ച് നൽകാൻ ആവശ്യമായ ഒരു സാധനമാണെന്ത്? ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വേറൊരാൾ അട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. സൗന്ദര്യം അട്രാക്ട് ചെയ്താൽ, കണ്ണുകളിൽ നിന്നുള്ള കൂരമ്പുകൾ ഏറ്റുവാങ്ങിയാൽ ഒരു നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയുടെ ജീവിതം പഠിച്ചു നോക്കും നിങ്ങൾ. എന്നും തണ്ടൽവേദനയും കൈവേദനയും തണ്ടൽമുട്ടിലാവും. ഒരു പുരുഷനെ അട്രാക്ട് ചെയ്യുന്ന സൗന്ദര്യം അത് മറച്ചു വെക്കാതെ ഒരു പെൺകുട്ടി ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ ശാരീരികമായ ഭവിഷ്യത്തുകൾ ആ പെൺകുട്ടിക്ക്. കാരണം എന്താണ്? കണ്ണേറാണ്. കണ്ണേറ് എന്ന് പറയുന്നത് അത് വേദനിപ്പിക്കുന്ന ഒരു അമ്പാണ്. അങ്ങനെ ഒരു 100 പേരിൽ നിന്ന് അമ്പ് ഏറ്റുവാങ്ങിയാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് തണ്ടൽ വേദനയും കണ്ണുവേദനയും തലവേദനയും ആ കൊല്ലം തന്നെ തുടങ്ങുമെന്നതിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം രൂക്ഷമായ നോട്ടമാണ് മനുഷ്യന്റെ കണ്ണ്. കണ്ണേറ് എന്നതിന് പറയുന്നത് അതിന് സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. കണ്ണേറ് നിങ്ങളെന്താ വിചാരിച്ച് ഒരാളെ കാണുമ്പോൾ ആ കാണൽ മാത്രമാണെന്ന്? അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ മനസ്സിരുത്തി ഒരു പുരുഷനെ നോക്കിയാൽ ആ കണ്ണേറ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു സാധനമാണ്. അപ്പൊ എന്താ സംഭവം? സൗന്ദര്യം എന്ന് പറയുന്നത് ഭൂമിയിൽ വലിയ അട്രാക്ഷൻ അല്ല. സൗന്ദര്യത്തിന്റെ ഭംഗി അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ സിനിമാ നടികളെ കാണണം, കല്യാണം കഴിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾക്കും ഒരു സിനിമാ നടി വരുമ്പോൾ ആ പ്രശ്നത്തിന് പോകണമെന്ന് ആഗ്രഹമില്ല. പിന്നെ എന്താണ് ആഗ്രഹം? ചില കുടുംബിനികളോട്, ചില പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മെ കീഴ്പ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്. അത് ചിലപ്പോൾ നല്ല സ്വഭാവം, അല്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരി, അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു സംഭാഷണം, അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം. ഇതൊക്കെ അതിൽ പെട്ടതാണ്. അങ്ങനെ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് താല്പര്യം തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ആണിനോട് താല്പര്യം തോന്നിയാൽ ഭാര്യയും ഭർത്താവും തിരിച്ചറിയുക, ആ ഒരു സ്വഭാവത്തിന്റെ കുറവ് എന്റെ ഭാര്യയ്ക്കില്ല, ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനുണ്ട്. ഇതാണ് ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പുരുഷൻ നിരന്തരം ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീ കംപ്ലൈന്റ് പറഞ്ഞാൽ കൗൺസിലറായി പ്രവർത്തിക്കുന്നവർ ഉടനെ ചോദിക്കുക, ഏതാണ് ആ സ്ത്രീ, എന്താ ഇതിന്റെ പ്രത്യേകത? അപ്പൊ ഈ ആണെടുത്തും പറയും, വളരെ എന്ത് വിനീതമായ പെരുമാറ്റാണെന്നറിയും. ആ പെരുമാറ്റം എന്തേ നിന്റെ ഭാര്യയിലില്ലേ? നിങ്ങൾ പറയേണ്ടതില്ല, കുറവാണ്. ഭാര്യയിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഭർത്താവ്, ഒരു സ്ത്രീ, ഒരു പെണ്ണ് തന്റെ വീട്ടിൽ വരുന്ന സ്നേഹിതനുമായി ഇത്തിരി അടുപ്പം കാണിക്കുന്നു. നിങ്ങൾ വിചാരിക്കണ്ട അതെന്റെ കിടപ്പറയിലെ പരാജയമാണ്. ഒരു പെണ്ണിന് തന്റെ കൂടെ വരുന്ന സ്നേഹിതനോട് ഇത്തിരി അടുപ്പമുണ്ടാക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ കിടപ്പറയിലെ പരാജയമല്ല. അത് സ്ത്രീ കുറച്ച് ക്ലവറാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷൻ ക്ലവറാണെങ്കിൽ അല്ലാഹു തആല ഒറ്റയ്ക്ക് ജീവിച്ചാലും ജീവിക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റി പുരുഷന് കൊടുത്തിട്ടുണ്ട്, സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു ജീവിതത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടില്ല, ഒരു സ്ത്രീ ഒരു പുരുഷനെ കണ്ടില്ല, എന്നാൽ തന്നെയും ജീവിക്കാനുള്ള കപ്പാസിറ്റി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവം? ആ സംഭവം ഒരു സ്നേഹിതന്റെ സുഹൃത്തിനെ തന്റെ ഭാര്യ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ സ്നേഹിതനുള്ള ഒരു ക്വാളിറ്റി നമുക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? തുറന്നിടപെടണം. തുറന്നിടപെട്ടുകൊണ്ട് ചോദിക്കണം, എന്താണോ ആ ഒരാളോട് നിന്റെ ഒരു പ്രത്യേകത? അപ്പോ കുറച്ച് പറയാൻ പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ കൗൺസിലറോട് ചോദിച്ചാൽ കൗൺസിലറോട് പറയും. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി എന്നിലും നിങ്ങളിലും ഉണ്ടായാൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന സ്ത്രീകളുടെ വീട്ടിൽ വരുന്ന പുരുഷന്മാരോടുള്ള അടുപ്പം, അതുപോലെ ഞങ്ങൾ കയറി ചെല്ലുന്ന വീട്ടിലെ സ്ത്രീകളോടുള്ള അടുപ്പം അത് ഇല്ലാതെയാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ഓർത്തു വെക്കണം. രണ്ടാം വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം. ഭൂമിയിൽ ഒരു പുരുഷനും രണ്ടാമത്തെ വിവാഹത്തിന് താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കാണുമ്പോ സൗന്ദര്യമാണ് ഒരു പുരുഷനെ രണ്ടാം വിവാഹത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഒരു പഠനത്തിൽ രണ്ടാം പുരുഷനെ സ്വീകരിക്കാൻ ഒരിത്തിരി പെർമിഷനെങ്കിലും അള്ളാഹു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഭാര്യ ഉണ്ടാവില്ല, യാതൊരു സംശയവും. അത്രമാത്രം ആ നിയമം കൊണ്ട് അള്ളാഹു പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. കാരണം രണ്ടാം ചോയ്സ് എന്ന് പറയുന്ന ഒരു ചാൻസ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കുട്ടികൾ ഉണ്ടാകലാണ് വിവാഹം എന്നതുകൊണ്ട് നമുക്ക് തന്നതാണ്. മനസ്സിലാക്കണം. കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ ചിലപ്പോൾ സ്ത്രീകളിൽ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ പുരുഷന് വന്നാൽ ഇതിന് പരസ്പരം ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥ എന്നർത്ഥത്തിൽ അതിന്റെ ഒരു പോസിബിലിറ്റീസ് എന്നല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരു നിലക്കല്ല അതിന്റെ പ്രത്യേകത. മനുഷ്യന്റെ ഒരു ശരീരം ഒരു പുരുഷനെ 100% ഏറ്റുവാങ്ങാൻ ഒരു സ്ത്രീയുടെ ജീവിതം തന്നെ ധാരാളമാണ്. അങ്ങനെയാണ് അതിന്റെ ഘട്ടങ്ങൾ. പക്ഷേ സ്ത്രീ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു സംഭവം, ഇതിന് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് 70 വയസ്സാണ് ഒരു ശരാശരി ഒരു പുരുഷന്റെ വികാരം കത്തി നിൽക്കുന്ന പ്രായം. ആലോചിക്കണം. 69ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു പെണ്ണ് പ്രസവിക്കാൻ യോഗ്യയാണെങ്കിൽ
70 വയസ്സായ ഒരാളിൽ കുട്ടികളുണ്ടാകും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആണുങ്ങളെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സുവരെ ഒരു പുരുഷന് കുട്ടികളുണ്ടാകുന്ന സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏകദേശം 60 വയസ്സുവരെ സ്ത്രീക്കും, ഇനി മെൻസസ് പീരീഡ് നിന്നാൽ തന്നെയും സ്ത്രീക്കും ഇതിന്റെ ചില്ലറ അംശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ജീവിതത്തിൽ 2 ദിവസം ഇതൊരു പ്രാക്ടിക്കൽ ഇടപാടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കാത്ത കുടുംബങ്ങളിലാണ് രണ്ടാം ചിന്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവപരമായ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്ന കുടുംബത്തിലാണ് ഓരോ പുരുഷനും സ്ത്രീയും വൈവാഹിക ജീവിതത്തിന്റെ മറ്റൊരു കൂട്ടായ്മയെ തേടിപ്പോകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ ഓരോ ഭാഗത്തും എഡിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കെന്തുണ്ടാകുന്നത്, ഇതിന്റെ പ്രത്യേകത ഉണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭൂമിയിലെ ഏറ്റവും നല്ല ഭർത്താവ് എന്ന് പറയുന്ന പ്രവാചകനാണ്. 40 വയസ്സ് പ്രായമുള്ള സ്ത്രീ ഖദീജ ബീവി. മനസ്സിലാക്കണം, 25 വയസ്സാണ് പ്രവാചകൻ. 25 വയസ്സായ പ്രവാചകൻ 40 വയസ്സായ ഖദീജ ബീവിയിൽ കല്യാണം കഴിച്ചിട്ട് 53 വയസ്സാവുമ്പോഴേക്ക് ഏകദേശം 28 വർഷം അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത് ഖദീജ ബീവിയുടെ കൂടെയാണ്. ആ ഖദീജ ബീവിയുടെ കൂടെ ജീവിച്ച ഓർമ്മകളാണ് ആയിഷ ബീവി എന്ന് പറയുന്ന കന്യകയെ പോലും ചൊടിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, 40 വയസ്സായ 2-3 കുട്ടികളുടെ നേരത്തെ ഉമ്മയായ ഖദീജ ബീവി എന്ന് പറയുന്ന മഹദി അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്ന് 53 വയസ്സ് വരെ ജീവിച്ചിട്ട് 63 വയസ്സിൽ വഫാത്തായ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ 10 വർഷമേ ബാക്കിയുള്ളൂ. ആ വയസ്സിൽ വഫാത്തായി പോയ ഖദീജ ബീവിയെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ് ഭൂമിയിൽ ഏറ്റവും നല്ല പുരുഷന്റെ മനസ്സിലുണ്ടായത്. നിങ്ങൾ ചിന്തിക്കണം, 10 വർഷം മാത്രം ജീവിച്ച കന്യകയായ ആയിഷ ബീവിയെ അത് ചൊടിപ്പിച്ചു. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഖദീജ ബീവി. തമാശക്കാണെങ്കിൽ പോലും അങ്ങനത്തെ കമന്റ് വന്നു. നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഭൂമിയിലെ നല്ല മനുഷ്യനിഷ്ടം സ്ത്രീകളുടെ പ്രായത്തിന്റെ വ്യത്യാസമല്ല, മറിച്ച് അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹവും അവർ പ്രകടിപ്പിക്കുന്ന രീതിയുമാണ് അതിലേറ്റവും വലിയ ആണിക്കല്ല് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനാണ് കളമൊരുക്കേണ്ടത്. 2ാം വിവാഹത്തിലേക്ക് ഒരു പുരുഷനും പോയിട്ടില്ല. എന്തെങ്കിലും റീസൺ അങ്ങനെ ഉണ്ടെങ്കിൽ, കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നമാണെങ്കിൽ അതിനേറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്തും പഴയ കാലത്തും മുൻകൈയെടുത്തത് അതേ സ്ത്രീകൾ തന്നെയാണ്. എങ്കിലിക്കാകാൻ നിങ്ങൾ 2ാം വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വന്ന ചരിത്രമെന്നല്ലാതെ, എന്നാൽ കുട്ടികളുണ്ടാകാത്ത കേട് എന്റെ ഭർത്താവിനാണ് എന്നതുകൊണ്ട് എന്നാൽ നിങ്ങൾ ഒഴിവായി ഞാൻ വേറൊരു കല്യാണം കഴിച്ച് എനിക്ക് മക്കളുണ്ടാകട്ടെ എന്ന ചിന്ത ഭൂമിയിൽ വളരെ റയറായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പടച്ചെടുത്ത് ഒരു പ്രത്യേകത കൊടുത്തോണ്ടാ. എന്താ അത് കാരണം? ആ പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് ഓരോ മനുഷ്യ ശരീരത്തിൽ നിന്നാണ് അവരവരുടെ ഭാര്യമാരെ സൃഷ്ടിച്ചെന്ന ഖുർആനിക ആയത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂം എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് റൂമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്ത് റൂം എന്ന് പറയുന്നത് പ്രഡിക്ഷനാണ്, എന്ന് പറഞ്ഞാൽ പ്രവചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റൂം എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് മുസാഫ് എടുത്ത് ചോദ്യം നോക്കും. റൂം എന്ന് പറയുന്ന സൂറത്തിന്റെ പ്രത്യേകത അതിൽ ഭൂമിയിൽ വരാൻ പോകുന്ന കാര്യമാണ്. റൂം എന്ന് പറയുന്ന റോമയാണ്. റോമ സാമ്രാജ്യം അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിനെ കീഴ്പ്പെടുത്തിയപ്പോൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് 9ാം വർഷം പേർഷ്യൻ സാമ്രാജ്യത്തെ റോം ജയിക്കും, റോമാ നഗരം ജയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവചനം നടത്തി. അതാണ് സൂറത്ത് റൂം. ആ റൂം ഇങ്ങനെ പറഞ്ഞു വന്ന് അള്ളാഹു പറയണം, അതിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. ആ അത്ഭുതത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു എണ്ണി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. ഭൂമി മുഴുവൻ പരക്കുന്ന ഈ മനുഷ്യരെ മുഴുവൻ ഞാൻ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അത്ഭുതമാണ് കേട്ടോ. പിന്നെ അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മതൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇവിടെ വളരെ രസകരമായ ഒരു ആയത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം. ആ ഖുർആൻ എടുത്തു നോക്കിയാൽ, സൂറത്ത് റൂം എടുത്തു നോക്കിയാൽ ആകാശഭൂമികളെ പടച്ചതിന്റെ പ്രത്യേകത അങ്ങനെ ഒക്കെ അത്ഭുതമാണല്ലോ പറയണത്. ആ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി, എന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് മണ്ണിൽ നിന്ന് ഞാൻ പടച്ച മനുഷ്യൻ.
ആദ്യം പറയുന്നു. തൊട്ട ആയത്തിൽ അല്ലാഹു പറയുന്നു ഒമിൻ ആയാതിഹി, ആ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖലകും, ഞാൻ സൃഷ്ടിച്ചു മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അസ്വാജൻ, നിങ്ങളുടെ ഇണകളെ. ബാങ്ക അങ്ങനെ ആ അത്ഭുതങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഭാര്യമാരെ സൃഷ്ടിച്ചു. ആ പ്രയോഗമാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ലിതസ്കുനു ഇലൈഹ. ഈയിടെ ഞാൻ ഖത്തറിൽ പോയപ്പോൾ അവിടെ വെച്ച് ഡോക്ടർ അബ്ദുസലാം സയന്റിസ്റ്റാണ് ഈ വിഷയം ക്ലാസ് എടുത്തത്. അപ്പോഴാണ് ഞാൻ ഇത്രമാത്രം ഈ പദത്തിന് ഗൗരവമുണ്ടെന്ന് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആയത്ത് പ്രത്യേകം എഴുതിക്കൊണ്ടുവന്നു. അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. വളരെ ശ്രദ്ധിക്കണം, നമ്മിൽ നിന്ന് സൃഷ്ടിച്ചു നമ്മുടെ ഭാര്യമാരെ. എന്നിട്ട് അള്ളാഹു പറയാ ലിതസ്കുനു ഇലൈഹ. ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വസാന്ത്വനവും ലഭിക്കാൻ വേണ്ടി നമ്മിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഭാര്യമാർ. അപ്പൊ നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്വഭാവദോഷം നമ്മൾ കാണിച്ചാൽ ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടേതാണ്. ഭാര്യ എന്ന് പറയുന്നത് എന്റെ ഭാര്യയിലാണ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഇത് വളരെ കറക്റ്റാണ്. ഖുർആൻ പറയുന്നു ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അങ്ങ് ചായാൻ വേണ്ടി, സർവ്വവിധ സാന്ത്വനവും ലഭിക്കാൻ വേണ്ടി. കുഷ്യൻ എന്ന അർത്ഥം. കുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെയറിലിടുന്ന കുഷ്യൻ. ഇരിക്കാൻ സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ കുഷ്യൻ ഇടും. ഇതുപോലെ ജീവിതത്തിന്റെ ഷോക്ക് ആബ്സർ എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ താഴെയും ഉയരമൊക്കെ ചെയ്യുമ്പോൾ അതിനെ നിരന്തരമായി നിലനിർത്തുന്ന ഒരു സാധനമാണ് ഷോക്ക് ആബ്സർ. ഈ ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന സാധനം, അതാണ് ശരിയായിട്ട് ലിതസ്കുനു ഇലൈഹ. അതിനെ ഞാൻ നിങ്ങളുടെ ഭാര്യമാരെ സൃഷ്ടിച്ചു. അപ്പൊ ജഅല ബൈനക്കും മവദ്ദ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അട്രാക്ഷൻ, സ്നേഹം എന്നൊക്കെ പറയുന്നത് അള്ളാഹ് നമ്മുടെ ഇടയിൽ വെറുതെ ചെയ്തതല്ല. അപ്പൊ ജഅല ബൈനക്കും, ഞാൻ ആക്കി. അള്ളാഹ് പറയാണ് ഞാനാണിത് നിങ്ങൾക്ക് എങ്ങനെ ആക്കിയത്. നിന്റെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ അള്ളാഹ് പറയുന്നു ഞാൻ മവദ്ദത്തൻ, അട്രാക്ഷനെയും സ്നേഹത്തെയും നാം ആക്കി. വറഹ്മത്തൻ, കാരുണ്യവും ആക്കി. ഇന്ന ഫീ ദാലിക, വീണ്ടും അള്ളാഹ് പറയുന്നു ഈ ചെയ്ത പണിയിൽ ലആയാത്തിൻ, നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അവസാനം പറയുന്നത് എന്താ അറിയോ? ലിഖൗമി യതഫക്കറൂൻ. ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിന് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇതിനെപ്പറ്റി ചിന്തയില്ലെങ്കിൽ ചിന്തിപ്പിക്കുക. ഭർത്താക്കന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യമാരെ ചിന്തയില്ലെങ്കിൽ ചിന്തിപ്പിക്കണം. പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഖുർആൻ പറയുന്നത് ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹത്തിനാണ് ഇതിൽ ദൃഷ്ടാന്തം. രണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഒരു ആയത്തിൽ മടങ്ങി വന്ന സംഭവം സലാം പറയുന്നു ഈ ആയത്താണ്. ഡോക്ടർ അബ്ദുസലാം പറയുന്നു ഒരേ ആയത്തിൽ അത്ഭുതത്തിനെ മടക്കിക്കൊണ്ടുവന്ന വിഷയം വിശുദ്ധ ഖുർആനിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടുപ്പം വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഈ ആയത്താണ്. എന്താ പറഞ്ഞത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക്
സർവ്വസ്വാന്തനത്തിന്റെ കേന്ദ്രമാക്കി, അതോടുകൂടെ നമുക്കിടയിൽ സ്നേഹവും മവദ്ദത്തും അല്ലാഹ് ആക്കി. അട്രാക്ഷൻ, പ്രണയം, ഇതൊക്കെ അല്ലാഹ് ആക്കിയതാണ്. അതുകൊണ്ട് ഭൂമിയിലെ അത്ഭുതമാണ് നമ്മുടെ ജീവിതം. ഭൂമിയിലെ അത്ഭുതമാണ് ഭാര്യ ഭർത്താവ് എന്ന നിലക്ക് നമ്മുടെ ജീവിതം. അത് ഒരു 5 പൈസക്ക് പറ്റാത്ത രീതിയിൽ, 5 പൈസക്ക് മാർക്കിടാത്ത രീതിയിൽ ജീവിച്ചാൽ അത് അള്ളാഹുവിനെ തിരിച്ചറിയാതെ പോകലാണ്. തിരിച്ചറിയുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ലോകത്ത് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ നമ്മൾ വല്ലാതെ പിറകോട്ട് പോകും. അതുകൊണ്ട് ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സംഭവം അതാണ്. ഇങ്ങനെ ഈ ഒരു തസ്കുന ഇലൈഹ എന്ന് പറയുന്ന ഒരു ഭാവം സ്ത്രീക്ക് ഉണ്ടായില്ലെങ്കിൽ, പുരുഷനുണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രത്യേകത ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ യൂട്രസ് റിമൂവലുമാണ്. യൂട്രസ് റിമൂവൽ എന്ന് പറയുന്നത് പ്രസവത്തിന്റെ പ്രഭവ കേന്ദ്രത്തെ എടുത്തു കളയുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ പേടിക്കേണ്ട ഒരു സംഭവം, മവദ്ദത്തൻ വ റഹ്മത്തൻ എന്ന് ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾക്കിടയിൽ നാം എന്തു ചെയ്തു? മവദ്ദത്തൻ, സ്നേഹം, അട്രാക്ഷൻ ഉണ്ടാക്കി, വ റഹ്മത്തൻ, കാരുണ്യവും ആക്കി. എന്തർത്ഥത്തിൽ നിങ്ങൾ പോയാലും നിങ്ങളുടെ ശരീരത്തിൽ റഹ്മ് എന്ന് പറയുന്ന അറബ് ഭാഷയിൽ റഹ്മ് എന്ന് പറയുന്ന ഒരവയവം, പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളുടെ ശരീരത്തിലുള്ളത് നിങ്ങളുടെ ഗർഭപാത്രമാണ്. നിങ്ങൾ ആലോചിക്കണം. അല്ലാഹ് പറയുന്നു നമുക്കിടയിൽ റഹ്മത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് ആയത്ത് പറയുമ്പോൾ ഭൂമിയിൽ, അതിനർത്ഥം റഹ്മത്ത് തന്നെ മതി, അങ്ങനെ അർത്ഥം വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു സാധനം, റഹ്മ് എന്ന് പറയുന്ന സാധനം, അത് സ്ത്രീ ശരീരത്തിൽ ഉണ്ട്. അത് ഗർഭപാത്രമാണ്. ഗർഭപാത്രം അത് പ്രസവത്തിന്റെ കേന്ദ്രമാണ് എന്ന നിലക്ക് നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ട്. അതാണ് അള്ളാന്റെ റെസ്പെക്ട്. ശാരീരികമായ ഒരു സൗന്ദര്യവും അതിന്റെ അട്രാക്ഷനും അത് അള്ളാഹ് തന്നത് തന്നെയാണെങ്കിലും അതൊരു വേറൊരു സംഭവമല്ല എന്ന് ഞാൻ പറയുന്നില്ല, ആണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജീവിതാന്ത്യം വരെ നമ്മുടെ ഗർഭപാത്രം നമുക്ക് നഷ്ടമാകുന്നൊരു ജീവിതം നമുക്ക് പാടില്ല. ഗർഭപാത്രം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? അത് പ്രസവിക്കണമെന്നൊരാഗ്രഹം സ്ത്രീകളിൽ പൊതുവെ കുറഞ്ഞു വരുന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി നമ്മൾ കാണുകയാണ്. പ്രസവം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ ഡോക്ടർമാർ പറയുന്നത് ശരിയാണ്, ശാരീരികമായ പരിരക്ഷയുണ്ട്. അത് നിങ്ങളോട് പറയേണ്ടി വന്നത് ശാരീരികമായി നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമും ഡോക്ടർമാരും പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലാതെ പ്രസവം നമുക്ക് ഭാരമല്ല. ഭൂമിയിൽ എന്നാണോ അള്ളാഹു പ്രസവിക്കാനുള്ള ചിഹ്നം നിങ്ങൾക്ക് തരുന്നത്, അതുവരെയുള്ള ജീവിതത്തിന്റെ ശൈലി നിത്യജീവിതത്തിലൂടെ ഇസ്ലാം പറഞ്ഞ പോലെ ജീവിച്ചാൽ നമുക്കുണ്ട്. പുരുഷനുണ്ട്, സ്ത്രീക്കുണ്ട്. അതില്ലാതെ വരുന്നൊരു പ്രായം എന്ന് പറയുന്നത്, ഇനി വളരെ വിദഗ്ധനായ ഒരു ഡോക്ടർ ജീവിതത്തിൽ ഇടപെടുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഇടപെടണം. ആരോഗ്യത്തിന്റെ സ്ഥിതി പറയേണ്ടത് ആരോഗ്യത്തിന്റെ കാവൽക്കാരായ ഡോക്ടർമാർ തന്നെയാണ്. പക്ഷേ നമുക്കൊരു ബോധം വേണ്ടത്, ഇത് എന്റെ സ്ത്രീത്വത്തിന്റെ ചിഹ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗർഭപാത്രത്തിനെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിൽക്കേണ്ടത് സ്ത്രീകളാണ്. ആ ഒരു ബഹുമാനം അതിനോട് ഇല്ലാതെ വരുമ്പോൾ എനിക്കെന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവുമായ ഒരു ജീവിതത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല, അല്ലെങ്കിൽ അതൊരു പ്രയാസമാണ് എന്നൊരു ചിന്ത വരുന്നുവെങ്കിൽ അത് അപകടം പിടിച്ചു വരുത്തും. രണ്ടാമത്തൊന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു ഉപകരണം എന്ന് പറയുന്നത് ആ ഒരു സാധനമാണെങ്കിൽ അത് ഭൂമിയിലെ മനുഷ്യർ ഏറ്റവും വലിയ ദാഹത്തിന്റെയും അതുപോലെ ഭക്ഷണത്തിന്റെയും പ്രഭവ കേന്ദ്രമാണ്. ഉമ്മ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നത് ആ ഒരു സംഭവമായിട്ടാണ്. നമ്മുടെ ഭാര്യ നമ്മുടെ മകന്റെയും മകളുടെയും മുന്നിൽ വരുന്നത് ആ പാത്രവുമായിട്ട്. അങ്ങനെ അതിന് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആ ഒരു സംഭവം പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈ കൂപ്പി നിൽക്കേണ്ട സംഭവമാണ്. ഉമ്മയെ മകൻ കാണുന്നത് ബഹുമാനാദരവുകളോടെ. എന്റെ ഉമ്മയുടെ അമ്മിഞ്ഞ കുടിച്ചാണ് ഞാൻ വളർന്നത്. നിങ്ങൾ ആലോചിക്കണം, പ്രയോഗം അതാണ്. അമ്മിഞ്ഞ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അത് ചുണ്ടിൽ വെച്ച ഏതൊരു സ്ത്രീയും പുരുഷനും അമൃതിനു തുല്യമായി കാണുന്നു. അപ്പോൾ അമൃത് നൽകുന്ന ഒരു കേന്ദ്രം എന്ന നിലക്കും ഒരു ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ കെട്ടുറപ്പോടെ നിലനിർത്തുന്ന ഒരു അവയവം എന്ന നിലക്കും ആ ഒരു സാധനത്തിന് ഹ്യൂമാനിറ്റിക്ക് വലിയ പങ്കുണ്ട്. അതും ഒരു സ്ത്രീക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം.
വിവാഹത്തിന്റെ കൺസെപ്റ്റുകളിൽ നിന്ന് നമുക്ക് ഇത്തിരി പിറകോട്ട് പോയപ്പോൾ ഈ രണ്ട് സാധനവും വ്യാപകമായി നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. തിരിച്ചറിയണം. പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങിയ പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും വളരെ ഗൗരവപൂർവ്വം ഈ ഒരു അപ്രോച്ച് വേണം. എന്തെങ്കിലും കാരണവശാൽ പ്രിയപ്പെട്ട ഡോക്ടർ നിയമപരമായി കൂടുതൽ പ്രസവം വേണ്ട എന്ന് പറഞ്ഞാൽ തന്നെയും ഗർഭപാത്രത്തെ സ്വന്തം ശരീരത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അതിന്റെ അവസാന ശ്രമം വരെ ഒരു വലിയ ബ്ലീഡിംഗ് ആണ്, ജീവനെ തന്നെ അപകടമാണ്, നിർബന്ധമായിട്ടും എടുത്ത് കളയണം. അതിനാണ് അത് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ അത് ജീവിതത്തോട് ബന്ധിപ്പിക്കുമല്ല. ഹാർട്ട് എന്ന് പറയുന്നതിന് എടുത്തു മാറ്റാൻ കഴിയില്ല, കിഡ്നി എന്ന് പറയുന്നതിന് എടുത്തു മാറ്റാൻ കഴിയില്ല. അപ്പൊ അതൊരു സെക്കൻഡറി ഓപ്ഷൻ തന്നെയാണ്. എടുത്തു മാറ്റുന്നതിന് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അലവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചെയ്യാം. പക്ഷേ അത് അങ്ങേയറ്റത്തെ അവസാനത്തെ ശ്രമം മാത്രം. വളരെ വിദഗ്ധരായ ഒരു സമിതിയുടെ, ഒരു ഡോക്ടറല്ല, ഒരു സമിതിയുടെ അഭിപ്രായ പ്രകാരം, നല്ല ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം മാത്രമേ പോകാവൂ. കാരണം അത് റഹ്മത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും റഹ്മത്ത് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിനോടാണെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് 25 വർഷം ഭാര്യ-ഭർത്തൃ ജീവിതത്തിലേക്ക് കടന്ന ഒരു സ്ത്രീക്ക് അവളുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് തൊട്ട മകന്റെ പാനപാത്രമാണ്. ഒരു സ്വന്തം ഭർത്താവിന്റെ കണ്ണിലൂടെയല്ല സ്വന്തം മകനും അതിനെ കാണുന്നത്. അപ്പൊ വളരെ വിവിധ അർത്ഥമാനങ്ങളുള്ള ഈ രണ്ട് സംഭവത്തിന്റെയും പ്രൊട്ടക്ഷൻ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എടുത്തു കളയുന്ന ഭർത്താക്കന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് പാവപ്പെട്ട വിവരമില്ലാത്ത ആണുങ്ങൾ ഒരിക്കലും ജീവിതത്തെ അത് വെച്ച് ത്രട്ടൺ ചെയ്യരുത്. നല്ലൊരു ഡോക്ടർ, ഒരു സമൂഹത്തിൽ നല്ലൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡോക്ടറുടെ, നമ്മൾ പ്രത്യേകിച്ച് മെഡിസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സുജാത ഡോക്ടറോ ഏതെങ്കിലും ഒരു ആശ ഡോക്ടറോ അല്ല നമ്മുടെ ദൈവം. ഒരു ഡോക്ടർ റിപ്പോർട്ട് കൊടുത്താൽ, പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റ്, നിങ്ങൾ ഒരു ദിവസം മിംസിൽ വന്ന് ഒരു കൺസൾട്ടൻസിനെ കാണും. കൺസൾട്ടൻസിയെ കണ്ടിട്ട് ഡോക്ടറോട് പറയാം, നിങ്ങളുടെ അഭിപ്രായം പറയാനല്ല നമ്മൾ വന്നത്, നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒരു അഭിപ്രായം വേണം എന്ന് നിങ്ങൾ അഭിപ്രായം പറയുന്നതോടുകൂടെ 1000 രൂപ ചാർജ് ചെയ്താൽ ഒരു ഡോക്ടർമാരുടെ ജൂറി അതിന്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് ഒപ്പിട്ട് തരും. അതാണ് വിദഗ്ധാഭിപ്രായം. അല്ലെങ്കിൽ ആശ ഡോക്ടറുടെ അഭിപ്രായം നിങ്ങൾ എടുക്കുക, അപ്പുറത്തെ ഹലീമ ഡോക്ടറുടെ അഭിപ്രായം എടുക്കുക, ഇപ്പുറത്തെ ഗൈനക്കോളജിസ്റ്റ് കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം എടുക്കുക. 3 ഡോക്ടറുടെ അഭിപ്രായം എടുത്താൽ നിങ്ങൾ തന്നെയും ഗ്രൂപ്പ് അഭിപ്രായം തേടിയവരായി. ഞാൻ പറയുന്നത് ചതി പറ്റരുത്, ചതിക്ക് കൂട്ടു നിൽക്കരുത്. നിങ്ങളുടെ ദുനിയാവിലെ ആഗ്രഹങ്ങൾ, വ്യാഗ്രതകളെ എന്ത് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഞാൻ നിർത്തുകയാണ്. ഞാൻ എഴുതി കൊണ്ടുവന്ന 3-4 പേജുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീടൊരിക്കൽ നമുക്ക് ക്ലാസ് എടുക്കാം. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഇത് കൂടെ പറഞ്ഞു നിർത്താം. ആയിക്കോട്ടെ. ഞാനിങ്ങോട്ട് പോരുമ്പോൾ ഡോക്ടർ സലാം എനിക്ക് എഴുതി തന്നൊരു സാധനമുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ പറയാതെ പോകുന്നത് ശരിയല്ല. നിങ്ങളിപ്പോൾ വിവാഹ ജീവിതത്തിന്റെ 2ാം ഘട്ടമായ കുട്ടികൾ, പിറവി, ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഞാൻ പിന്നെ പറയാം, ഇന്ന് എനിക്ക് കഴിയില്ല. ഇൻഷാ അല്ലാഹ് പിന്നൊരു സമയം. കുട്ടി ഗർഭകാലം എന്താവണം, എന്താണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്, ആണ് വേണോ പെണ്ണ് വേണോ, ആണ് വേണോ പെണ്ണ് വേണോ, സയന്റിസ്റ്റ് വേണോ പണ്ഡിതം വേണോ, ഇതൊക്കെ ഗർഭിണിയാവുമ്പോൾ ഒരാൾക്ക് കഴിയോ ഇല്ലേ. ഇനി ഗർഭിണി ഫോളിക് ആസിഡ് തിന്നാൽ എന്താണ്, പ്രസവിച്ച ശരീരം നന്നാവോ കേടുവരോ, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. അതൊന്നിപ്പോൾ ഞാൻ എടുത്തിടുന്നില്ല. എടുത്തിട്ടാൽ എനിക്ക് വിഷയം എവിടെ എത്തിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കൂടുതൽ ആളെ കൂട്ടി വന്നാൽ നമുക്ക് ആ വിഷയം സംസാരിക്കാം. ഏതായാലും ഒരു ചുരിദാറിന്റെ കഥ ഞാൻ പറയാൻ പോവാം. എന്റെ ഭാര്യ കൂട്ടത്തിലുണ്ട്. ചിലപ്പോൾ ചുരിദാറിന്റെ കഥ ഭാര്യക്ക് അറിയുന്നതുകൊണ്ട് അവർക്ക് നേരത്തെ അറിയാം, അതല്ലാത്തവർക്ക് അറിയുമെന്നറിയില്ല. നമ്മൾ സ്ത്രീകൾക്കൊരു പ്രത്യേകത, ഒരു 35-40 വയസ്സാകുമ്പോഴേക്ക് അവര് സൈഡാവും. എന്നിട്ട് പിന്നെ വിചാരിക്കും എന്ത്, ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഏത് ജീവിതത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ റിലേഷൻഷിപ്പ് തുടങ്ങേണ്ടത് അത് ആഴ്ചയിൽ 2 പ്രാവശ്യം മരണം വരെ തുടരേണ്ട ഒരു കർമ്മമാണ്. അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ തീഷ്ണത, അവരുടെ തീവ്രത നിലനിർത്താത്ത ഒരു കുടുംബം ഓട്ടോമാറ്റിക്കലി, നിങ്ങൾ പണി നിർത്തി വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്ത്രീ എന്താവും, അകന്നകന്ന് പോകും. ഒരു 35-40 വയസ്സാകുമ്പോഴേക്ക് സ്ത്രീകൾ എന്ത് ചെയ്യും, എല്ലാ കിതാബും പൂട്ടിവെക്കും. അപ്പോഴാണ് 2ാം കല്യാണത്തിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞതിന് ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം, ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടി. ഗൾഫിൽ വെച്ച് മലപ്പുറത്തുകാരനായ ഒരു ഹാജി, അദ്ദേഹത്തിന്റെ ഭാര്യ 40-40 വയസ്സായ സ്ത്രീ, നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ എപ്പോ വന്നാലും നാട്ടിൽ വന്നാലും ഭയങ്കര ക്ഷീണാണ്, എപ്പോഴും അസുഖമാണ്, വല്ലാത്ത പ്രയാസം. ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഈ 55 വയസ്സായ ഹാജിക്ക് നാട്ടിലേക്ക് വരാൻ. കാരണം എപ്പോ നോക്കിയാലും ഭാര്യ കുട്ടികളെ കെട്ടിച്ചു കൊടുത്തും അതുപോലെ മക്കളെ കെട്ടിച്ചു കൊടുത്തും നോക്കുക എന്നല്ലാതെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഒരു സുഗമമായ അന്തരീക്ഷമില്ലാത്ത ഈ ഹാജിക്ക് വേണ്ടി
ഇങ്ങനെ ഒരു മാനസിക പ്രയാസം തൻ്റെ റൂമിലെ സ്വന്തം റൂംമേറ്റായ മറ്റൊരു ഹാജിയുമായി പങ്കുവെച്ചപ്പോൾ ആ ഹാജി പറഞ്ഞു കൊടുത്തൊരു ട്രിക്കുണ്ട്. എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, എല്ലാ സ്ത്രീകളും ഇങ്ങനെ ചില പുരുഷന്മാരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ട്രിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ഒരു ദിവസം ഗൾഫിൽ പോകുമ്പോൾ, നാട്ടിൽ പോകുമ്പോൾ, ഈ നാട്ടിൽ പോകുന്ന വിഷമം അനുഭവിക്കുന്ന ഹാജിയോട് മറ്റാൾ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യണം. ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടിയിൽ, എപ്പോഴും നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ വെക്കുന്ന പെട്ടിയിൽ ഒരു ചുരിദാർ നിങ്ങൾ മേടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ആ ചുരിദാർ മേടിച്ചു വെച്ചിട്ട് എന്തിനാണ് ചുരിദാർ എന്ന് ഭാര്യ ചോദിച്ചാൽ അത് വല്ലാതെ ചെന്ന ഉടനെ പറയരുത്. ഒരാഴ്ച, ആകെ 3 ആഴ്ച ലീവിനാ ചെല്ലുന്നത്. ഏകദേശം ഒരാഴ്ച പിന്നിട്ടാൽ അതിന് ആ ഭാര്യ ഇത് ആർക്കാണെന്ന് ആകാംക്ഷയോടെ ചോദിക്കും. അതവിടെ ഇരുന്നോട്ടെ, ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് പിന്നീട് കുറച്ച് വഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് സ്ത്രീയുടെ മനസ്സിൽ വലിയ ജിജ്ഞാസയായി. നമ്മുടെ താത്ത വല്ലാതെ ജിജ്ഞാസ കൊണ്ട് വീർപ്പുമുട്ടി, എന്തിനാണ് പടച്ചോനെ ഈ ചുരിദാർ, ആർക്കാണിത് കൊടുക്കാനുള്ളത്? വളരെ ഒരു ചെറുപ്പം പെൺകുട്ടികളാണല്ലോ സാധാരണ ചുരിദാറൊക്കെ എടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാജി തൻ്റെ മനസ്സ് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു, അത് വലിയ പ്രയാസം നിന്നെ കാണുമ്പോൾ എനിക്കുണ്ട്. നീയാണ് വീട്ടിലെ മുഴുവൻ ജോലി ചെയ്യുന്നത്, നീയാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത്. നിനക്കാണെങ്കിൽ 3 വലിയ മക്കളും അതിൻ്റെ മക്കളും പേരക്കുട്ടിയും ഒക്കെ ഉണ്ട്. ആകെ നിനക്ക് ഇവിടെ വളരെ കുറവ് കാണുന്നത് നിനക്ക് ഒരു സഹായിക്കാൻ ആളുടെ കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിനക്കൊരു സഹായിക്കാൻ ഒരു വീട്ടിൽ ആളെ കൊണ്ടുവരിക എന്നത് എൻ്റെ വലിയൊരു ബാധ്യതയായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി നിന്നോടുള്ള സ്നേഹം മറച്ചു വെക്കാൻ കഴിയില്ല. ഈ നിലക്ക് പോയാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. എനിക്ക് നിനക്കുമായുള്ള ആ ഒരു ബന്ധം വെച്ച് നീ ഇത്രമാത്രം ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ പ്രയാസമാണ്. അതുകൊണ്ട് എന്നോട് പോരുമ്പോൾ അടുത്ത വീട്ടിൽ എൻ്റെ റൂമിലുള്ള ഒരു ഹാജി പറഞ്ഞിട്ടുണ്ട്, മുക്കം എത്തീങ്കാനയിലോ അല്ലെങ്കിൽ പരിസരത്ത് എത്തീങ്കാനയിലോ പോയിട്ട് ഒരു പെൺകുട്ടി, അത് നിങ്ങളും ഭാര്യയും കൂടെ പോയിട്ട് ഒരു പെൺകുട്ടിയെ കാണണം. ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വീട്ടിൽ നിങ്ങളുടെ പണിക്ക് വേണ്ടി നിർത്തി കൊടുക്കണം. പിന്നെ ഒരു വീടല്ലേ, അപ്പൊ ആ അന്യപുരുഷൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുമല്ലോ, ആ ഒരു തടസ്സം മാറ്റി കിട്ടാൻ വേണ്ടി അവിടെ നിക്കാവും കഴിക്കണം എന്ന് ഈ ആചാര്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു നിർബന്ധവുമില്ല. നിന്റെ ഈ പ്രയാസവും ജോലിയും വിഷമമൊക്കെ കാണുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു വിഷമം, ഈ അഡ്വൈസ്, ഇയാളുടെ ഉപദേശം കേട്ടപ്പോൾ സ്വീകരിച്ചുകൊണ്ട് നിനക്ക് എപ്പോഴാണോ സമയം, ഒരു നിർബന്ധവുമില്ല, എപ്പോഴാണോ നിനക്ക് സമയം കിട്ടുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ എത്തീങ്കാനയുടെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട്, ഭംഗിയൊന്നും എനിക്കൊരു പ്രശ്നമില്ല, നിനക്ക് വീട്ടിലേക്ക് പറ്റുന്ന ഒരു പെൺകുട്ടിയെ നീ നിനക്ക് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചു. താത്ത പിന്നൊന്നും മിണ്ടിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് വളരെ ആക്റ്റീവായിട്ട് ഒഴിവ് സമയം താത്താക്ക് ഉണ്ടായില്ല. ആ ഒരു 25 ദിവസം നാട്ടിൽ നിന്ന് ഹാജി പ്ലെയിൻ കയറുന്നത് വരെ, അന്ന് തീരെ പരിചയമില്ലാത്ത ഹാജിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ടാറ്റ കൊടുത്തു. നിങ്ങളിനി എന്നാ വരിക എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞയക്കുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണ് നിറഞ്ഞു നിന്ന ഹാജി പറഞ്ഞു, ഇനി ആ ചുരിദാർ ആവശ്യമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് നീ എടുത്തോ എന്ന് പറഞ്ഞ് ഹാജി ഗൾഫിലേക്ക് കയറിപ്പോയത്രേ. ഇതൊരു റിലാക്സ് കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. നാളെ ഇനി സമയം കിട്ടിയാൽ ആണുങ്ങളെ ഇതേപോലെ ഒരു കൊട്ടു കൊടുക്കുന്ന ഒരു കഥ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അടുത്ത കഥയിൽ പറയാം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മനുഷ്യന്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. പണി വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് വേണ്ടി നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടണ്ട. ഭർത്താവിന് വേണ്ടി നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് എല്ലാവിധ സംഭവങ്ങൾക്കും പണിക്ക് ആളെ വെക്കണം, അതാണ് നിയമം. എന്തുകൊണ്ട് കേരളത്തിൽ ഉലമാക്കൾ അടങ്ങുന്ന ഒരു സമൂഹത്തിൽ തന്നെയും ഇങ്ങനെ ഒരു സിസ്റ്റം വന്നു എന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഹോട്ടലിൽ പോയി താമസിക്കാറുണ്ട്, ചായ കുടിക്കാറുണ്ട്. എല്ലാ ടൈയും കോട്ടും കിട്ടിയ ഒരാള് ഒരു ചായ വളരെ ഭവ്യതയോടെ മുന്നിൽ കൊണ്ടു വന്നു വരുമ്പോൾ ആ പൈസ തരുന്നത് ആ സർവീസിനാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവീസ് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. അപ്പൊ ആ സർവീസിന് കാശ് കൊടുക്കുക, അതിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പൊ ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു പറ്റാൻ പറ്റുന്നത് അവരുടെ സർവീസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജാവിന്റെ രാജ്ഞി പോലും അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഷാജഹാൻ എന്ന് പറയുന്ന രാജാവ് സ്വന്തം മകൻ താജ്മഹൽ പണി ചെയ്ത ഷാജഹാനെ ജയിലിലടച്ചപ്പോൾ ആ പ്രിയപ്പെട്ട മകനായ ഔറംഗസീബിനോട് ഷാജഹാൻ പറഞ്ഞത്, മുംതാസിന്റെ ശവകുടീരം എനിക്ക് ഇവിടെ ഇരുന്ന് കാണണം. ഷാജഹാൻ വലിയ മഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് പണിത ആളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ ഷാജഹാൻ ചെയ്ത അഭിമാനകരമായ കൺസ്ട്രക്ഷൻ കാണാൻ കഴിയും. വലിയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ചിന്തയിൽ ഒരുപാട് ഭാര്യമാരുണ്ട്. പക്ഷേ മുംതാസ് എന്ന് പറയുന്ന സ്ത്രീ, അത് ഷാജഹാന്റെ ജീവിതം അത് മുഴുവൻ അത് അങ്ങേയറ്റം ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ചപ്പോൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ രമ്യകർമ്മം അത് ലോകത്ത് പണിതത്
അള്ളാഹുവിന്റെ പേരിലല്ല, അത് റസൂലുള്ളാന്റെ പേരിലല്ല. ലോകത്ത് എന്താ അള്ളാഹുവിന്റെ പിന്നിൽ പങ്കില്ലേ? നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു സംഭവം ലോകത്തുണ്ടായത് അതൊരു ഭാര്യയുടെ പേരിലാണ്. ആ ഭാര്യയ്ക്ക് വേണ്ടി പണിത താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം ലോകത്ത് ഇന്നും ഓവർടേക്ക് ചെയ്യാത്ത വലിയ സംഭവം. അത് ഒരു ഭാര്യ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള ഷാജഹാന്റെ മുംതാസ് എന്ന് പറയുന്ന ബീവിക്ക് അദ്ദേഹം പണിതു എന്ന് മാത്രമല്ല, അവസാന കാലഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ ക്രമം തെറ്റിയ ഷാജഹാനെ ജയിലടച്ചപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന ഭക്തനായ മകനോട് പറഞ്ഞു, മോനെ, എനിക്ക് എന്റെ ജയിലിൽ നീ എന്നെ ജയിലടക്കണ്ടെന്ന് പറഞ്ഞില്ല, ഒരേ ഒരു ഹോള് നീ പണിയണം, ഒരു പൊത്തുണ്ടാക്കണം. ആ പൊത്തിൽ വെച്ച് എന്റെ പ്രിയ ധർമ്മിണിയെ എനിക്ക് കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കണം. മനസ്സിലാക്കണത് നിങ്ങൾ. എന്താണ് അതിന്റെ കാരണം? അത് ചില്ലറ കളിയല്ല. ലിതസ്കുനു ഇലൈഹ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ ആ യഥാർത്ഥ രീതി ഉൾക്കൊണ്ടാൽ ഭൂമിയിൽ രമ്യഹർമ്മ്യങ്ങൾ ഉണ്ടാകുന്നത് ഭാര്യമാർക്ക് വേണ്ടി തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് നമ്മൾ അത്ര നിസ്സാരപ്പെടുത്തി കാണേണ്ടതില്ല. വളരെ രസകരമായ സംഭവമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രകം എടുത്ത് പറഞ്ഞാൽ, ജീവിതത്തിൽ ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരെങ്ങനെ അവസാന കാലത്ത് മരിക്കല്? മഹാനായ നബി തങ്ങൾ മരണസമയത്ത് ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന് മരിക്കാൻ മറ്റു ഭാര്യമാരോട് സമ്മതം ചോദിച്ചു. എല്ലാവർക്കും സമ്മതമല്ലേ, ഞാൻ ആയിഷയുടെ വീട്ടിലേക്ക് പോകട്ടെ റളിയല്ലാഹു അൻഹ. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ വന്നു, മടിയിൽ വെച്ചു മിസ്വാക്ക് ചെയ്യണം. മരണസമയത്ത് മിസ്വാക്ക് ചെയ്താൽ മരണത്തിന്റെ വേദന ലഘൂകരിക്കുമെന്ന് ഇസ്ലാം പറഞ്ഞപ്പോൾ മഹദിയായ ആയിഷ ബീവി റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് എടുത്തു കൊടുത്തപ്പോൾ അന്നത്തെ അറാഖിന്റെ തലപ്പ് മാർദ്ദവപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ആ ഒരു കൊമ്പെടുത്തപ്പോൾ ആയിഷ ബീവിയിലേക്ക് ആംഗ്യം കാണിച്ചു. മഹദി അതെടുത്ത് വായ കൊണ്ട് ചവച്ചു പരുവമാക്കി. അത് വെച്ചാണ് അള്ളാഹുവിന്റെ റസൂല് അവസാനമായി മിസ്വാക്ക് ചെയ്തത്. ആ മടിയിൽ കിടന്നാണ് വഫാത്തായത്. ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു പുരുഷൻ ഏതെങ്കിലും ഭാര്യയുടെ മടിയിൽ കിടന്ന് മരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഭാര്യമാരെന്ന് പറയുമ്പോൾ അതൊരു 5 പൈസക്ക് മാർക്കിടുന്ന, അല്ലെങ്കിൽ ഞാൻ എന്താ ഇതിനെപ്പറ്റി പറയാ, ഇനി ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റഫീഖുൽ അഅല എന്ന് പറയുന്ന മർത്തബയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവൻ അത് ഉയർന്നപ്പോൾ എങ്ങനെയാണ് ആ ജീവൻ ഉയർന്നത് എന്നതിന് മഹാന്മാര് പറയുന്നു, സ്വർഗത്തിൽ സർവവിഭൂഷിതയായി വളരെ മനോഹരമായി ആയിഷ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മേലോട്ട് ഉയർത്തുന്ന ചിത്രം അള്ളാഹു കാണിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. എന്താണ് ആ ബന്ധം? എനിക്കും നിങ്ങൾക്കും ഭാര്യമാരെ കിട്ടിയപ്പോൾ അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ ലെങ്ത്തും അളക്കാൻ നമുക്ക് കഴിയാതെ പോയത് കൊണ്ടാണ്. ഒന്നുകിൽ അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സംഗമം ഭാര്യക്കും ഭർത്താവിനും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആ മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിച്ചത് മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ഇന്നും വലിയ അത്ഭുതമാണ് അതൊക്കെ. എവിടെയാണ് വഫാത്തായി കിടക്കുന്നത്? ഒരുപാട് വീടുണ്ട്. ആയിഷ ബീവിയുടെ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയാണ് നമ്മൾ പോയി സലാം ചൊല്ലുന്നത്. ഏതായാലും അതതിന്റെ മറ്റൊരു വശമാണ്. ഏതായാലും അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഷാജഹാന് കൊട്ടാരം മാത്രമല്ല നിർമ്മിക്കാനുള്ളത്. നമുക്കൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയിലേക്ക് ഇത്തിരി അടുത്ത് നിന്നാൽ നമ്മളൊക്കെയും ഭൂമിയിൽ അവർക്ക് വേണ്ടി സ്മാരകം പണിയും. അവരുടെ സ്മാരകമാണ് നമ്മുടെ മക്കൾ. അതാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. പക്ഷെ അത് മാത്രം പോരാ. നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ ഏതളവിലാണ് അവർ അളന്നെടുക്കുന്നതെന്ന് അവരുടെ കപ്പാസിറ്റിയാണ്. പക്ഷെ നമ്മളൊക്കെയും ആ ഒരു കപ്പാസിറ്റി എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് 2 ആയാത്ത് അത്ഭുതം എന്ന് ഖുർആൻ മടക്കി പറഞ്ഞ സൃഷ്ടിപ്പിന്റെ മനോഹരമായ ആവിഷ്കാരത്തിന്റെ ആയത്തിന്റെ പുലർച്ചയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഖുർആൻ പറഞ്ഞൊരു സംഭവമുണ്ട്, സ്ത്രീകളെ കൃഷിസ്ഥലാണെന്ന് പറഞ്ഞു. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട്. ആ ആയത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാം. ഞാൻ നിർത്തുകയാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് അപകടപ്പെടുത്തുന്ന ഒരു സാധനമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും ഈ കാണുന്ന ഭംഗി നമ്മുടെ ഉമ്മയുടെ സൗന്ദര്യമാണ്.
അത് പെണ്ണിലാണ് സംശയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സൗന്ദര്യം വേണം. ആ സൗന്ദര്യം വെച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതം തന്നെ താറുമാറാകും. ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള കുട്ടികൾക്കാണ് വിവാഹത്തിന്റെ അല്ലെങ്കിൽ വിവാഹം പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് സൗന്ദര്യം എനിക്കുണ്ടായാൽ അതിലേക്ക് അട്രാക്ഷൻ വരാതെ സൂക്ഷിക്കേണ്ട ബാധ്യത സ്ത്രീകൾക്കാണ്. അന്യബന്ധം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീ പുരുഷ ബന്ധം എന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ ചിലപ്പോൾ ജീവിതത്തിന് വേണ്ടി പുറം നാടുകളിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്ന വിഷയമാണ്. സത്യമാണ്, വളരെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും പറയാനുള്ളത്, ജീവിതകാലം മുഴുവൻ ഭർത്താവ് അവിടെ നിൽക്കുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ നിർബന്ധം ഇല്ലായ്മയാണ്. നമ്മുടെ ശമ്പളത്തിന് പ്ലാനിംഗ് എന്ന് പറയുന്നൊരു സെഷൻ വരാൻ പോകുന്നുണ്ട്. ആ പ്ലാനിങ്ങിൽ ഒരു സ്ത്രീ ശരിക്ക് പ്ലാൻ ചെയ്താൽ ധൂർത്തും വേണ്ടാവൃത്തികളും നിങ്ങൾ മാന്യമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഉറപ്പ് കൊടുത്താൽ ഓരോ ഭർത്താവും 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഓരോ ഭർത്താവും നിങ്ങളെ വിട്ടിട്ട് ഒരു കൊല്ലം നിൽക്കുന്നത്. ആ ധൈര്യം നിങ്ങൾ കൊടുത്താൽ, ആ ധൈര്യം നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഭാര്യയ്ക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ സമുദായത്തിന് കൊടുത്താൽ, ഒരു ഭർത്താവിന് ഒരു ചുക്കും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇന്നത്തെ ഫ്ലൈറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് വെറും 15,000 രൂപക്ക് ഏതൊരു വ്യാഴാഴ്ചയും നാട്ടിലെത്താൻ പറ്റും. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഗൾഫിൽ ആർക്കും ഇല്ല. പിന്നെ എന്താണ് പറ്റാത്തത്? എന്റെ മോളെ കെട്ടിക്കാനുള്ള ആ സ്വപ്നം, എനിക്ക് തന്നെ കിട്ടേണ്ട ഡ്രസ്സിന്റെ സ്വപ്നം, ധൂർത്ത് ജീവിതത്തിന്റെ നിലവാരമാണ്. ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒപ്പിടേണ്ട ഒരു കടമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് വലുത്. നമുക്കുണ്ടാകുന്ന കുട്ടികളുടെ ജീവിതം സെക്കൻഡറിയാണ്. കുട്ടിക്ക് ജീവിതം കുട്ടിയുടേതാണ്. അവന് ഇതേ ഒരു ഘട്ടം വരാനുണ്ട് എന്ന് പറയുന്ന ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രയോറിറ്റി നിയന്ത്രിക്കുന്നിടത്ത് അപകടം വരുന്നിടത്താണ്. എനിക്ക് എന്റെ ഭർത്താവ്, ഭാര്യയ്ക്ക് ഭർത്താവ്, ഇതാണ് നമ്പർ 1. നമ്പർ 2 മക്കൾ. നമ്പർ 3 ഞാൻ എണ്ണുന്നില്ല. അത് പറയുമ്പോൾ വേറെ ചില വിഷയങ്ങൾ ആദ്യം പറയേണ്ടതുണ്ട്, ഞാൻ പറയുന്നില്ല. മാതാപിതാക്കൾക്ക് എന്താണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ പങ്ക്, എങ്ങനെയാണ് ജീവിതം വേണ്ടതെന്നുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ മനോഹരമാണ്. അതിൽ എവിടെയോ അബദ്ധം സ്ത്രീകൾക്കും ആണുങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീനെ മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഞാൻ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ നിർത്താൻ പോവുകയാണ്. സൂറത്ത് യൂസുഫ്, സൂറത്ത് മറിയം, 2 സൂറത്താണ്. സ്ത്രീകളുടെ സൗന്ദര്യവുമായും സ്ത്രീകളുടെ പ്രസവമായും ഖുർആൻ പരിചയപ്പെടുത്തിയ 2 സൂറത്ത്. വിശുദ്ധ ഖുർആനിൽ വളരെ മനോഹരമായ മാനങ്ങളുണ്ട്. സൂറത്ത് യൂസുഫ്, ആ ഒരു യൂസുഫ് സൂറത്തിൽ സ്ത്രീയുടെ സൗന്ദര്യത്തെയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെയും അപകടങ്ങളെയും ഗുണത്തെയും വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ബന്ധമുണ്ടായാൽ, നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചയം, വിവാഹം, ഇതിന്റെയൊക്കെ ട്രാക്ക് അള്ളാഹ് സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു അന്യപുരുഷനോട് ബന്ധമുണ്ടായാൽ അത് നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അള്ളാഹു അത് പരസ്യമാക്കും. നിങ്ങൾക്കൊരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ, ഒരു പുരുഷന് ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ അതിന്റെ ആയുസ് 72 മണിക്കൂറാണ്. 72 മണിക്കൂർ കഴിഞ്ഞാൽ 73ാമത്തെ മണിക്കൂറിൽ അത് ഒരു 3ാമത്തെ വ്യക്തി അറിയും. പെൺകുട്ടികളും സൂക്ഷിക്കുക, ആൺകുട്ടികളും സൂക്ഷിക്കുക, ആണുങ്ങളും സൂക്ഷിക്കുക, പെണ്ണുങ്ങളും സൂക്ഷിക്കുക. എന്താ കാരണം? രാജാവിന്റെ മതിൽ എന്ന് പറയുന്നത്, അബുദാബിയിൽ ജോലി ചെയ്ത ആളാണ് ഞാനും ഹൈദർ മുസ്ലിയാരൊക്കെ. അവിടെ ഷെയ്ഖ് പാലസിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ല. ഷെയ്ഖ് പാലസിന്റെ മതിൽ അത്ര വലിയ മതിലാണ്. രാജാക്കന്മാരുടെ മതിൽ അതാണ്. ഈജിപ്ത് ഭരിച്ചിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മതിൽ ഞങ്ങൾ കണ്ടതാണ്. അൽഫയോം എന്നാണ് ആ സിറ്റിയുടെ പേര്. അൽഫയോം എന്ന് പറഞ്ഞാൽ അൽഫയോം 1000 ദിവസം. ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ ആ നഗരം കണ്ടിട്ടുണ്ട്. ആ നഗരത്തിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് മനോഹരമായ കിലോമീറ്ററുകൾ ദൂരമുള്ള കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിനകത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ഈ പറയുന്ന സുലൈഖ ബീവിയും ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ ലോകത്ത് വരാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ അറിയുന്ന രീതിയിൽ അതിന്റെ പബ്ലിസിറ്റി ഉണ്ടായത് എന്റെയും നിങ്ങളുടെയും കുഞ്ഞിനും അതുണ്ടാകുന്ന ഭൂമിയിലെ സുരക്ഷിതത്തിനും അള്ളാഹുവിന്റെ റഹ്മത്തും അതിന്റെ ബറക്കത്തും ഒഴുകി വരുന്ന വഴികൾ അള്ളാഹുവിന്റെ ചില പ്രത്യേക വഴികളാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും, അതല്ലാത്ത വഴിയിലൂടെ ഒരു കുഞ്ഞുണ്ടായാൽ ഭൂമിയിൽ അത് അപകടകരമായ രീതിയിലേക്ക് പോകുമെന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണമായ ലൈംഗികതയ്ക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് നിങ്ങളതിനെപ്പറ്റി തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ആരോട് പ്രേമിക്കാൻ പോയാലും ആരോട് പ്രണയിക്കാൻ പോയാലും അതിന്റെ അപകടം എന്താണെന്ന് ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കാം. ഇപ്പൊ പറയാൻ സമയമല്ല. വലിയ രസകരമായ അപകടമുണ്ട്. രസകരമായ അപകടം. പ്രണയം എന്ന് പറയുന്ന സാധനം എന്താണത്? എന്താണ് പ്രണയം? ലോകത്ത് പ്രണയിച്ച ഏറ്റവും അറിയപ്പെടുന്ന ഒരാളുടെ പേര് ഞാൻ പറഞ്ഞാൽ പകുതി നിങ്ങൾ പറയണം. ലൈല എന്നാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാമുകിയുടെ പേര്. എന്താണ് ആ കാമുകന്റെ പേര്? എന്താ ഉസ്താദ് ആ കാമുകന്റെ പേര്? ലൈല. മജ്നു. ഈ ഉസ്താദ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞു പേര് മജ്നു. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഓരോരുത്തരും പറയുന്ന പേരതാണ്. എന്താ മജ്നു? പേരാണോ? നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അത് പേരല്ല. പേര് കൈസ് എന്നായിരുന്നു.
പിന്നെന്തേ ലോകം മുഴുവൻ വരാനുള്ള സമൂഹം മുഴുവൻ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ചേർത്ത് ഭ്രാന്തൻ എന്ന അർത്ഥം വരുന്ന മജ്നു പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രണയം എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളതിനെ മാത്രമേ പ്രണയിക്കാവൂ. അല്ലെങ്കിൽ ഭ്രാന്തമായ ആവേശത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കൽ ഭ്രാന്തമായ ആവേശത്തിലേക്ക് നമ്മുടെ തലച്ചോറ് കടന്നാൽ ആ പെൺകുട്ടി നിങ്ങൾക്ക് സ്വന്തമായാലും ആ ആൺകുട്ടി നിങ്ങൾക്ക് സ്വന്തമായാലും ജീവിതത്തിൽ അപകടകരമായ ഭ്രാന്തിന്റെ അവസ്ഥയിൽ ചെയ്യുന്ന എല്ലാ പണികളും ആ സ്ത്രീയും പുരുഷനും പിന്നീട് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേഷ്യം എല്ലാത്തിന്റെയും കൺട്രോൾ ഉണ്ട്. അതുപോലെ പ്രണയം എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒന്നിനെ പ്രണയിക്കാവൂ. അല്ലെങ്കിൽ ഭ്രാന്തമായ ആവേശത്തിലേക്ക് കടന്നാൽ ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ആ പുരുഷൻ വന്നാലും വന്നില്ലെങ്കിലും ജീവിതത്തിൽ ഭ്രാന്തിന്റെ ലക്ഷണം കാണിക്കുകയും ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് വലിയ വലിയ ഭ്രാന്തന്റെ കാലം. ആ പെണ്ണ് വേറൊരാളോട് സംസാരിച്ച സംശയം, ആ പയ്യൻ വേറൊരാളോട് സംസാരിച്ച സംശയം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് പ്രണയവിവാഹത്തിൽ നിന്നാണ്. കാരണം ഇതാണ്. കാരണം പ്രണയിച്ചാൽ പൾസ് 72 പ്രാവശ്യം അടിക്കാൻ പാടുള്ളൂ. പൾസ് 72 പ്രാവശ്യം അടിക്കാൻ പാടുള്ളൂ. അതിൽ 73, 74, 75 അടിച്ച രോഗമാണ്. അപ്പൊ പ്രേമിക്കുന്ന സമയത്ത് അത് പൾസ് അടിക്കുക 100, 110, 200-ലാണ്. അങ്ങനെ പൾസ് അടിച്ചാൽ നമുക്ക് എന്താകും? അത് ഭ്രാന്തുമായി ബന്ധപ്പെട്ട അവസ്ഥയായി മാറും. അങ്ങനെ വരുമ്പോൾ പ്രണയിച്ചവരെ കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ തന്നെയും ഭ്രാന്തിന്റെ പ്രശ്നത്തിലേക്ക് കടന്നു പോകുമെന്ന് സയന്റിസ്റ്റുകൾ വളരെ വ്യക്തമായ തെളിവോടുകൂടെ, എനിക്കിവിടെ ബോർഡ് തരാണ് ഞാൻ വരച്ചു കാണിച്ചത്, അത്ര മനോഹരമായ വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രണയിക്കുന്നവർ ഉറപ്പിക്കുക, കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിച്ചോളൂ, ഒരിക്കലും അതിരുവിടില്ല. കാരണം ശാരീരികമായ ഒരു ആഗ്രഹത്തിന്റെ ആ ഒരു പിരിമുറുക്കം അത് വലിയ അപകടങ്ങളിലേക്ക് പെണ്ണിനെയും പുരുഷനെയും നയിക്കും, അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രണയത്തിന്റെ ഏറ്റവും വലിയ വിഷയം അത് കയ്യിൽ കിട്ടിയതിനെ പ്രേമിക്കുക എന്നതാണ്. ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാവരും ശേഷിക്കുറവ്, അതുപോലെ പ്രാർത്ഥനയുടെ ഫലം, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ നിങ്ങളോട് പറയാം. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ വലിയ മഹാനായിരുന്നു. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ 76 വർഷം ദീനീ സേവനത്തിനു വേണ്ടി. AP ഉസ്താദിന് ഇപ്പൊ 74 വയസ്സാണ്. മനസ്സിലാക്കണം, 76 വയസ്സും 94 വയസ്സ് വരെ ഒരു മനുഷ്യന് പൂർണ്ണ ബോധത്തോടുകൂടെ ജീവിച്ചിരിക്കാൻ അവസരം കിട്ടുകയും ഓർമ്മ വെച്ച കാലം മുതൽ ദീനിന്റെ ഖിദ്മത്തിലേക്ക് ജീവിക്കുകയും ചെയ്ത ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു വ്യക്തിത്വം. ഭൂമിയിൽ ഇത്രമാത്രം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, ഇത്രമാത്രം. എന്റെ ഭാര്യ ഞങ്ങളൊക്കെ ചെല്ലാറുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന സ്വലാത്ത് സുന്നി കേരളം അത് ഇത്രമാത്രം വ്യാപകമായി ചെല്ലാൻ തുടങ്ങിയത് ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുടെ കഴിഞ്ഞ 23 വർഷത്തെ ശ്രമമാണ്. കഴിഞ്ഞ 23 വർഷമായി തങ്ങൾ ഈ ഇജാസത്ത് പരസ്യമായി കൊടുക്കാൻ തുടങ്ങി. ലോകത്തിൽ ഇത്രമാത്രം ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിച്ച ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാൻ, അതാണ് താജുൽ ഉലമ. നമ്മുടെ നേതാവായി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ നേതാവല്ല. ആ മഹാനുഭാവൻ ഇന്ത്യയുടെ ലോകത്തിന്റെ നേതാക്കളിൽ ഉയർന്നു നിന്നവരാണ്. വലിയ മഹാനാണ്. ഞാനത് ചെറിയ വാക്കുകളൊന്നും പറഞ്ഞു നിർത്താൻ കഴിയില്ല. മണിക്കൂറുകളോളം പറയാൻ പറ്റുന്ന അത്രമാത്രം ഉന്നത വ്യക്തിത്വം നമ്മുടേതായതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. അതൊരു പൊതു സ്വത്താണ്. ആരും ആ മഹാനുഭാവന്റെ പേരിൽ ഫാത്തിഹ ചൊല്ലിയാൽ ഓതിയാൽ നമുക്കതിന് തക്ക പ്രതിഫലം കിട്ടുന്ന മാത്രം പ്രതിഭ. കഴിഞ്ഞ 3-4 വർഷമായി മഹാനവറുകളുടെ പ്രാർത്ഥന അതാണ്. ഏത് സദസ്സിൽ വന്നാലും പറയും, ഇനി എനിക്ക് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, എന്റെ മരണം അതൊന്ന് ലംഘി മരിച്ചാൽ മതി, നന്നായി പ്രകാശത്തോടെ മരിക്കണം. അത് കർണാടകയിലാണ് തങ്ങൾ കൂടുതലുണ്ട്. അപ്പൊ ലംഘി മരിക്കുക, ലംഘി പ്രകാശിക്കുക എന്നൊക്കെ പറയുന്ന കർണാടകത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന മലയാളമാണ്. എന്താ അതിന്റെ അർത്ഥം? ഇനി 4 വർഷം മുമ്പേ തന്നെ ഞങ്ങൾ പറയുന്നു, എനിക്കിനി ദീർഘായുസ് വേണ്ട മക്കളെ, എനിക്ക് വേണ്ടത് പ്രകാശമുള്ള മരണമാണ്. ധൈര്യത്തിൽ ആർക്കാണ് അത് പറയാൻ കഴിയുക? അങ്ങനെ 4-5 വർഷമായി ഈ മന്ത്രവുമായി ജീവിക്കുന്ന മഹാനായ തങ്ങൾ നമ്മോട് വിട പറഞ്ഞു. ആ ഒരു വിട പറഞ്ഞതിന്റെ ആ ഒരു ദുഃഖവും വേദനയും അതുപോലെ ആ ജീവിതത്തോട് അടുത്ത് നിൽക്കുമ്പോഴുള്ള സന്തോഷവും അതൊക്കെ നാം ഓർക്കണം. അതൊക്കെ നമുക്ക് ഒരുപാട് ഖൈറാണ്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവിതത്തോടും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾക്കും ഒരുപാട് ചേർത്ത് നിൽക്കുന്ന വിഷയങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്തെങ്കിലും വിഷമം എന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുണ്ടായിട്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും മസലപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ നോട്ട് ചെയ്യണം, എന്നെ തിരുത്തണം. അതുപോലെ അടുത്ത ക്ലാസ്സിൽ ഞാനിവിടെ വരുന്നില്ലെങ്കിലും ആ മസലയിൽ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്റെ പ്രഭാഷണത്തിൽ ഞാനൊരു ഫിഖ്ഹി പണ്ഡിതനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് മുഴുവൻ ഈ ഒരു മേഖലയുമായിട്ടാണ്. അപ്പോൾ സയന്റിഫിക്കലായിട്ടുള്ള റിസർച്ച്, പഠനം, അത്തരം ആളുകളുമായുള്ള ബന്ധങ്ങൾ, അതാണ് എന്റെ അറിവിന്റെ സ്രോതസ്, എന്റെ വായന.
അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും മതപരമായ വീക്ഷണവുമായി പൊരുത്തപ്പെടാത്ത വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാർ എന്നെയും അതുപോലെ സദസ്സിനെയും തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.